ഹായ് മക്കളെ, സോ നിങ്ങൾ പറഞ്ഞ ചാപ്റ്റർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം LPP എന്ന് പറയുന്ന പ്രോബ്ലം. കുറേ പേർക്ക് ഈ പ്രോബ്ലത്തിൽ നാളെ എക്സാമിന് സംഭവിക്കാനുള്ള രണ്ട് സാധ്യത ഞാൻ പറയാം. രണ്ട് സാധ്യത ഈ ചാപ്റ്ററിൽ ഞാൻ പറയുന്നത് നാളത്തെ എക്സാമിന് ചിലപ്പം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം പോലും കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ആവാൻ സാധ്യതയുണ്ട്. ഇത് ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത ഒരു 5% സാധ്യത. ഇപ്പോൾ 95% സാധ്യതയാണ് ഞാൻ ഈ പറയുന്നത്. നാളത്തെ എക്സാമിന് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഗ്രാഫ് വരക്കാൻ, സ്കൂളിൽ ചെയ്ത പ്രോബ്ലംസും അല്ലെങ്കിൽ ഈവൻ ട്യൂഷൻ സെൻറ്ററുകളിലൊക്കെ ചെയ്യിച്ച പ്രോബ്ലംസും ഒക്കെ ആയിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ടാവുക. അത് തന്നെ നാളെ എക്സാമിന് വരും, രണ്ടും ലെസ് ദാൻ ആയിട്ട് വരും, അല്ലെങ്കിൽ ഒരെണ്ണം ലെസ് ദാനോ ഒരു ഗ്രേറ്റർ ദാനോ വരും എന്നൊക്കെ പ്രതീക്ഷയോട് കൂടെയാണ് നിങ്ങൾ നാളത്തെ എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ഒരു സാധ്യത. അതായത് 5% നിങ്ങൾ ഈ പറയുന്ന സ്കൂളിലും ട്യൂഷനിലും ഒക്കെ ചെയ്ത പ്രോബ്ലംസ്, ഈവൻ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആവാം, മേ ബി ഒക്കെ ചെയ്ത പ്രോബ്ലംസ് ആയിരിക്കാം നിങ്ങൾ നാളെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നാളെ ചിലപ്പോൾ ട്വിസ്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെന്ത് വേണം വെച്ചാൽ, ഇതിൽ എങ്ങനെയൊക്കെ ഗ്രാഫ് വന്നാലും നമുക്കത് മാനേജ് ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉണ്ടാക്കണം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ അതാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ സിംപ്ലി 2 ലെസ് ദാനുള്ള ഒരു പ്രോബ്ലം ചെയ്തിട്ട് ചെയ്യാന്നുള്ളതല്ല. അപ്പോൾ 5% സാധ്യതയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നേരെ പോ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യനെ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇപ്പോൾ വരുന്ന പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെ ട്രെൻഡ് അനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. എല്ലാ എക്സാമിനും ഈ ട്രെൻഡ് കാണിക്കുന്നത് കൊണ്ട് ഞാൻ ലീനിയർ പ്രോഗ്രാമിങ്ങിലും അങ്ങനെ ട്രെൻഡാണ് ഞാൻ പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല നമുക്ക് വരുന്ന കൺസ്ട്രെയിൻസ് തരിക, അതായത് സബ് ഇക്വേഷൻസ് തരിക. മാക്സിമൈസ് മിനിമൈസ് കോമൺ ആണ്, എന്തായാലും ക്വസ്റ്റ്യനിൽ ചോദിച്ചേ പറ്റുള്ളൂ. പക്ഷേ കൺസ്ട്രെയിൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സിമ്പിൾ കൺസ്ട്രെയിൻ ആയിക്കോളണമെന്നില്ല. അപ്പോൾ ഏത് കൺസ്ട്രെയിൻ വന്നാലും നമ്മളത് സോൾവ് ചെയ്യാൻ പാകത്തിൽ വേണം ഈ ചാപ്റ്റർ നമ്മൾ നാളത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പോകാൻ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർഡ് ആണെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ തെറ്റാൻ സാധ്യത എന്ന് പറഞ്ഞാൽ, നമ്മളത് സോൾവ് ചെയ്യില്ല, ഒരു XY കണ്ടെത്തൂലേ, 2 ഇക്വേഷൻ സോൾവ് ചെയ്യൂലേ, അത് സോൾവ് ചെയ്യാൻ ഞാൻ നിങ്ങളവിടെ ഒരു സിമ്പിൾ ടെക്നിക്ക് പഠിപ്പിച്ചു തരാം. അതായത് ഒരു കാരണവശാലും എക്സാമിന് തെറ്റാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത് PSC എക്സാം പോലത്തെ മത്സര പരീക്ഷകൾ അപ്ലൈ ചെയ്യുന്ന ഒരു ചെറിയ ട്രിക്കാണ്. സംഭവം അത് വളരെ ഈസിയാണ്. അത് പഠിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ, നമുക്ക് ഏത് ലൈനും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ എഴുതാം. അതുപോലെ തന്നെ തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമുക്കറിയില്ല ഇന്റർസെക്റ്റിംഗ് പോയിന്റ്, നിങ്ങൾക്കറിയാലോ, ഗ്രാഫ് വരച്ചവർക്ക് അറിയാം ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കാണുന്നത്. അപ്പോൾ അതിനൊരു സിമ്പിൾ ട്രിക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. നിങ്ങളത് ഫോളോ ചെയ്തൊക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് Xഉം Yയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവരും തെറ്റിക്കുന്നത് അതാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. മാക്സിമൈസ് മിനിമൈസ് ആണ്, മാക്സിമം വാല്യൂ കിട്ടിയ മാക്സിമൈസ് ആണ്, ചെറുതാണെങ്കിൽ മിനിമൈസ് ആണ്. ഈസി ആണ്, ഓവറോൾ ഈസി ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നാളത്തെ എക്സാം ഒരു ഡിഫിക്കൽട്ടി ലെവലായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ വരട്ടെ അല്ലെങ്കിൽ ആവും എന്നുള്ള പ്രതീക്ഷയോട് കൂടെ വേണം ഈ ചാപ്റ്റർ നമ്മൾ നാളേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഏരിയ മാത്രം സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കണ്ടാൽ മതി, അത് നിങ്ങളുടെ ചോയ്സാണ്. അതല്ല ഈ ചാപ്റ്ററിൽ ഓവറോളായിട്ട് ഇപ്പോൾ വലിയൊരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടോ. അതുപോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, കാരണം സബ്സ്ക്രൈബ് കൗണ്ട് വളരെ കുറവാണ് സാർക്ക് എങ്ങനെയും 1 ലക്ഷം സബ്സ്ക്രൈബർ ആക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഏകദേശം 75,000 അടുത്തേക്ക് എത്തുന്നുണ്ട്. നിങ്ങളിലൂടെ ഒരു പ്ലേ ബട്ടൺ വാങ്ങിക്കണം എന്നാണ് സാറിൻ്റെ ഒരു ചെറിയ ആഗ്രഹം. നടക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു ശ്രമം നടത്തിയാൽ ചിലപ്പോൾ നടക്കാതിരിക്കില്ല. നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇനിയും കുറേ കാര്യങ്ങൾ ഇതിൽ വരാനുണ്ട് ചാനലിൽ, അല്ലേ? നാളെ ക്വസ്റ്റ്യൻ പേപ്പർ റിസൾട്ട് അനലൈസ് പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. ഏറ്റവും നേരത്തെ എത്തിക്കും ഞാനത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് അധികം സമയം കളയണ്ട. നാളത്തെ എക്സാം എനിക്കറിയാം വളരെ പ്രധാനപ്പെട്ട എക്സാമാണ്. ചാപ്റ്ററിലോട്ട് നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നുകിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇതാണ് മോസ്റ്റ് പ്രോബ്ലി എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ. എന്താണ്? കൺസിഡർ ലീനിയർ LPP, മാക്സിമൈസ് Z സബ്ജക്ട് ടു കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചാൽ ആൻഡ് ഡ്രോ ഇറ്റ് ഫീസിബിൾ റീജിയൻ എന്ന് പറയും. ഫൈൻഡ് ദി കോർണർ പോയിന്റ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ, ഫൈൻഡ് ദി കോർണർ വിച്ച് Z അറ്റൈൻ ദി മാക്സിമം. അതായത് മാക്സിമം വാല്യൂ എത്രയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വരാം. അതല്ലെങ്കിൽ പിന്നെ വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെയാണ്. സിംപ്ലി സാധാരണ ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. സോൾവ് ദി ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. മിനിമൈസും മാക്സിമൈസും കാണണം. 200x + 500i എന്ന് പറഞ്ഞിട്ട് കൺസ്ട്രെയിൻസ് കൊടുത്തതും കൊണ്ട് നമുക്ക് ചെയ്യാം. ഇത് ഞാൻ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ഇങ്ങനെ കാണിക്കാം. പിന്നെ അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും പാറ്റേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടോളൂ. അതെല്ലാം എനിക്കിതെല്ലാം അറിയാം. സൂപ്പർ ഡൂപ്പാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഇവിടെ നോക്കി, ഇവിടെ ഒരു സാധനം ഉണ്ട് കണ്ടാ, ഇവിടെ ഈ ഒരു സാധനം നോക്കിട്ടാ,
നിങ്ങൾക്ക് സൂപ്പർ ഡൂപ്പായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അതൊക്കെ വരാൻ സാധ്യത അവിടെ 0 വന്നാൽ എന്താ ചെയ്യുക എന്നുള്ളതൊക്കെ അതൊക്കെ ടെക്സ്റ്റിലുള്ള എക്സസൈസ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്റർ കാണണമെന്നില്ല. അവസാന സമയത്ത് കൊളാക്കണ്ടാണ്. ഇതുപോലെ ഇത് കണ്ട, ഈ സാധനം കണ്ട, ഇതൊരു സൂപ്പർ ഡൂപ്പ് സാധനമാണ്. x <= y. ഇത് എക്സാമിന് ചോദിക്കും, കണ്ടോ അത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. വേറെ ഏതെങ്കിലും ടോപ്പിക്കോ വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ കണ്ടോന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നാളത്തെ സമയം അത്രയും വിലപ്പെട്ട സമയമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഈ സെക്ഷനിലോട്ട് പോവാം. ഇതുവരെ ഒരു ഐഡിയ ഇല്ല, ആവറേജ്, ബിലോ ആവറേജ്, ടോപ്പ് സ്റ്റുഡൻറ്റ്, ഏത് ലെവലിൽ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഇതിൽ മിക്കവാറും തെറ്റിക്കാൻ പോകുന്നത് ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റാണ് എല്ലാവരും തെറ്റിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. വീഡിയോ അവസാനം വരെ കണ്ടോ, നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ വായിക്കുക. ജസ്റ്റ് ലീനിയർ പ്രോഗ്രാം ബ്ലാ പ്രോബ്ലം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പാണ് ഒന്നെങ്കിൽ മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് ചോദിക്കും. ചില വർഷങ്ങളിൽ മാക്സിമൈസും ചോദിച്ചിട്ടുണ്ട്, മിനിമൈസും ഉണ്ട്. അപ്പോൾ രണ്ട് ആൻസറും നമ്മൾ കണ്ടെത്തണം എന്ന് മാത്രമേ, രണ്ടും അത് ജസ്റ്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടെത്താവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ മാക്സിമൈസ് ആണ്, മാക്സിമം വാല്യൂ ആണ്, ദാറ്റ് ഈസ് മാക്സിമം വാല്യൂ. ഈ മാക്സിമൈസ് എന്ന് പറയുന്ന ആളെ നമ്മൾ തുടരുത്. അതെന്താ സാറേ പറഞ്ഞ് തുടരുത്? ഞാനിവിടെ ഇങ്ങനെ വെട്ടി കളയുന്നുണ്ട്. ഇത് ഒരു കാരണവശാലും നമ്മൾ പ്രോബ്ലത്തിൽ തുടക്കത്തിൽ കൊണ്ടുവരാൻ പാടില്ല. ഇത് കൊണ്ടുവരേണ്ടത് ഏറ്റവും അവസാനമാണ്. നമ്മൾ ടേബിൾ ഡ്രോ ചെയ്യില്ലേ, കോർണർ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്, ആ സമയത്ത് മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ. അതുവരെ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പിന്നെ വേറെ കുറേ സാധനങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇതിനെയാണ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തിയറി പാർട്ടും കൂടെ ഉണ്ടായിരുന്നു, നമുക്ക് ഡിലീറ്റഡ് ആയതുകൊണ്ടാട്ടോ. ഇത് കൺസ്ട്രെയിൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ഈ ബിസിനസ്, ഇതൊരു ബിസിനസ്സാണ് ആക്ച്വലി. ഇതൊരു ബിസിനസ്, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഒക്കെ ആയിരിക്കാം മേ ബി. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എത്ര, ലോസ് എത്ര എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ലോസ് എന്നുള്ള കോൺസെപ്റ്റിലെ പ്രോഫിറ്റ്, ഫോർ എക്സാമ്പിൾ മാക്സിമം വാല്യൂ എത്രയാണ് ആ ബിസിനസ്സിൻ്റെ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ തിയറി പാർട്ട് ഡിലീറ്റഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള കൺസ്ട്രെയിൻ ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ ഓരോ സ്ഥാപനത്തിലുള്ള അത് കൂടുതൽ ഡീറ്റെയിലോട്ട് പോകണ്ട. അപ്പോൾ അതാണ് x + y <= 50, 3x + y <= 20. പിന്നെ നിങ്ങളൊരു ഡൗട്ട് ഉണ്ടാവും, സാറേ ഈ സാധനം എന്തിനാ? ഈ സാധനം പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അത് ഉദ്ദേശിക്കുന്നത് x <= 0, y <= 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യൂലേ, ഇതാണ് നമ്മൾ എന്ത് 0, 0 എന്ന് പറയുന്ന ഒറിജിന്. ഇപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ്, അത് നെഗറ്റീവ് ക്വാഡ്രൻ്റാ. ഇവിടെ 1 + 1 മൈനസ് ആവുമല്ലോ ഈ ക്വാഡ്രൻ്റ്. ഇവിടെ 2 മൈനസ് ആയിരിക്കും, ഇവിടെ 1 - 1 പ്ലസ് ആയിരിക്കും. അതുകൊണ്ട് ഈ ക്വാഡ്രൻറ്റിലും ഈ ക്വാഡ്രൻറ്റിലും വരില്ല. ഷെയ്ഡിങ് ഏത് മാത്രം റീജിയനിലേ വരുള്ളൂ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രമേ വരുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് x <= 0, y <= 0. അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് എപ്പോഴും എന്തിലായിരിക്കും, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. ഇതാണ് പ്രീവിയസ് ഇയറിലെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് എപ്പോഴും നമ്മൾ പ്ലോട്ടിങ് വരിക. പക്ഷെ അതൊക്കെ തെറ്റിച്ചും കൊണ്ട് ഇനി സംഭവിക്കാം എന്നാണ് ഞാൻ നാളത്തെ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഭാഗ്യം പോലെയൊക്കെ എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ ഏത് ടൈപ്പിൽ വേണമെങ്കിലും അവർ ക്വസ്റ്റ്യൻ ഇടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മളത് ആൻസർ ചെയ്യും. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതിനെ തൽക്കാലം മാറ്റി വെച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ കൺസ്ട്രെയിനുള്ള ആളെ ഒന്നാമത്തെ ആളിനെ പിടിക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഫസ്റ്റ് കൺസ്ട്രെയിനിൽ എന്താണ് ഇക്വേഷൻ? x + y <= 50 ആണ്. നിങ്ങളിത് ലെസ് ആവട്ടെ ഗ്രേറ്റർ ആവട്ടെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ = എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. x + y = എന്താ പറയാ, 50 എന്ന് പറയാം. അതിനുശേഷം എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് പുട്ട് x = 0. ഇത് എന്തിനാണ് എപ്പോഴും പുട്ട് x 0 പോയി? ഒരുപാട് പിള്ളേർക്ക് ഡൗട്ടാണ്, എന്തിനാണ് എപ്പോഴും പുട്ട് x 0, പുട്ട് y 0 എന്നൊക്കെ പറയുന്നത്. നിങ്ങളിത് കോൺസെപ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഏതൊരു സ്ട്രെയിറ്റ് ലൈനും ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇതിലെ പോയിന്റ് 1, 2, 3, ഇത് 1, ഇത് 2, 3. എന്നാൽ ഇത് തെറ്റാ, ഇത് 1 അല്ല ശരിക്കും. ഇത് 2D ക്വാഡ്രൻറ്റിൽ ഇതിനെ 1 എന്നല്ല പറയാം, 1 0 എന്നാ പറയാം. ഇത് 2Dയിൽ ഇതിനെന്താ പറയുക, 2 0 എന്നാ പറയാം. ഇതിനെന്താ പറയുക 3Dയിൽ 3 0 അല്ലെ, x y ആണല്ലോ. അതുപോലെ ഇത് 2Dയിൽ പറയുന്നത് 1 എന്നല്ല മക്കളെ, ഇത് 0 1 എന്ന് പറയാം. ഇതെന്താ പറയുക 0 2 എന്നാ പറയാം. ഇതിനെന്താ പറയുക 0 3. സാറേ ആദ്യം x ആക്സിസിൽ y കോർഡിനേറ്റ് 0, അതുപോലെ y ആക്സിസിൽ x കോർഡിനേറ്റുകളൊക്കെ എന്തായിരിക്കും 0 ആയിരിക്കും. ഇത് ജനറൽ അറിയേണ്ട കാര്യമാണ്. സോ ഇത് x ആക്സിസ് ആണ്, x 1, y ആണെങ്കിൽ ഇങ്ങോട്ട് മുട്ടിക്കുമ്പോൾ കിട്ടുന്നതാണ് 0. അപ്പോൾ ഇത് ബേസ് ആയിട്ട് അറിയണം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, x ആക്സിസിലുള്ള y കോർഡിനേറ്റുകളൊക്കെ എന്താണ് 0 ആണ്, y ആക്സിസിലുള്ള x കോർഡിനേറ്റുകളൊക്കെ എന്താണ് 0 ആണ്. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഡ്രോ ചെയ്ത്, അപ്പോൾ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്കറിയാം 2 ആക്സിസുകളിൽ ഇത് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ x ആക്സിസിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം y എന്താണ് ഇവിടെ കാണുന്നത് 0 ആണ്. അതുപോലെ y ആക്സിസിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം x എന്താണ് സംഭവിക്കുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് ഈ തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എങ്ങനെ ആയാലും ഒന്നുകിൽ എക്സിൽ കട്ടാവും അല്ലെങ്കിൽ വൈയിൽ കട്ടാവും. അത് കട്ടാവാത്ത ഇക്വേഷൻസും ഉണ്ട്, അത് നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറൽ സാധാരണ എക്സാമിന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മിക്കവാറും എന്തിലും കട്ടാവും, എക്സിലും വൈയിലും എന്ത് ചെയ്യും, ഓൾറെഡി ഇത് കട്ടാവും. അപ്പോൾ കട്ടാവുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം എക്സിൽ കട്ടാകുമ്പോൾ y 0 ആവും, വൈയിൽ കട്ടാകുമ്പോൾ x 0 ആവും. അപ്പോൾ ഈ ആശയമാണ് ഇവരിവിടെ അപ്ലൈ ചെയ്യുന്നത്.
ആക്സിസിൽ എപ്പോഴും 0 ആയിരിക്കും. എക്സ് ആക്സിൽ y0, y ആക്സിൽ x0. ഈ ആശയമാണ് ആക്ച്വലി ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എക്സാമിലൂടെ പുട്ട് x0, പുട്ട് x0, പുട്ട് y0 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ആ പുട്ട് x0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? വൈയിൽ കട്ടാവുന്ന പോയിന്റ് കിട്ടും. വൈക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സിൽ കട്ടാവുന്ന പോയിന്റ് ഒബ്വിയസ്ലി നമുക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ ആശയം. ഈ ആശയമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, പഴയപോലെ സ്കൂളിലൊക്കെ നിങ്ങൾ കേട്ട് അല്ലേ, ഇഷ്ടം പോലെ ആയിട്ടുണ്ടാവും. പുട്ട് x0, എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? പറ. ഈ ഇക്വേഷൻ നമ്പർ 1 ഇതിൽ ഈക്വൽ ടു ആക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ലെസ് ദാൻ ആവട്ടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആക്കണം. പുട്ട് എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? 0 + y = 50. ഒബ്വിയസ്ലി y = എത്ര കിട്ടും? 50 കിട്ടും അല്ലേ. അപ്പോൾ y 50 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ അടിപൊളിയിൽ ചെയ്യണമല്ലോ. ഞാൻ അപ്പുറത്ത് ചെയ്യാം. x + y 50 നല്ല വൃത്തിയിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ ചെയ്യാം. x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഇക്വേഷൻ നമ്പർ 1. x + y = 50 എന്നാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? പുട്ട് എക്സിന് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ പറ 0 + y = എത്ര കിട്ടുമോടാ? 50 കിട്ടും. സോ y = എത്ര കിട്ടുമോടാ? 50 കിട്ടും അല്ലേ. 0 + y 50 ആണ്. എടാ x, y ആണ് നമ്മൾ ഒരു പോയിന്റ് പറയാം. ഒരു പോയിന്റിന് x, y എന്നാ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്താ? x എത്രയാണ് മക്കളെ? 0 കൊടുത്തപ്പോൾ y എത്ര കിട്ടി? 50 കിട്ടി. അത് സിംപ്ലി ഒന്നുമില്ല. നമ്മളിത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള പോയിന്റ് കിട്ടിയെന്നാ. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ 0,50 എന്ന് പറയുന്ന വൈയിലുള്ള ഒരു പോയിന്റ് കിട്ടിയെന്നാണ് ഇതിന്റെ മീൻ ചെയ്യുന്നത്. നമുക്കറിയാം ഒരു സ്ട്രേറ്റ് ലൈൻ എത്ര പോയിന്റ് ഉണ്ടാവും? 2 പോയിന്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ ഇക്വേഷനിൽ, അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് പുട്ട് എക്സിനല്ലേ 0 കൊടുത്ത്, ഇതേ സെയിം ഇക്വേഷനിൽ നമ്മൾ എന്ത് കൊടുക്കണം? പുട്ട് വൈക്ക് എന്ത് കൊടുക്കണ്ട? 0 കൊടുക്കണം. അപ്പോൾ പുട്ട് വൈക്ക് 0 കൊടുത്താൽ എന്താ പറയുക? x + 0 = 50. x = നമുക്ക് എന്ത് കിട്ടൂടാ? 50. കുറേ പേരോടും തെറ്റിച്ച് എഴുതും. x, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0,50 എന്ന് എഴുതിയാൽ തെറ്റിപ്പോവും. അതെന്താ സാറേ? കാരണം x ആണ് നിങ്ങൾ 0 എഴുതി. x 0 x 50 ആണ്. മനസ്സിലായ? അവസാനമാണ് ഇവിടെ 50 കിട്ടിയുള്ളത്. അപ്പോൾ 50,0. ഇത് തെറ്റരുത്. കുറേ കുട്ടികൾക്ക് തെറ്റുന്ന പോയിന്റാണിത്. ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, തെറ്റരുത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഭംഗിക്കൊക്കെ സ്കൂളിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ കേട്ടോ. ഇത് നിർബന്ധമില്ല. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലേ ഇങ്ങനെ ബോക്സ് വരച്ചിട്ട് x, y അല്ലെ. എക്സിന് 0 കൊടുത്തപ്പോൾ എന്ത് കിട്ടിയടാ? y 50. വൈക്ക് 0 കൊടുത്തപ്പോൾ x എത്ര കിട്ടിയടാ? അതും 50. ഇത് നിർബന്ധമല്ല മക്കളെ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ സ്കൂളിലൊക്കെ പ്രൊസീജിയർ പോലെ അല്ലേ, ട്യൂഷനിൽ എല്ലായിടത്തും എഴുതി തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താ? 3x + y 90 അല്ലേ. 3x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90. സെയിം പ്രൊസീജിയറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എല്ലാം റിപ്പീറ്റ് ചെയ്തത് ഇക്വേഷൻ നമ്പർ 2 ആണ്. പുട്ട് x = 0 അല്ലെ. എല്ലായിടത്തും തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ 3 × 0 + y അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആദ്യം ഈക്വൽ ടു ആക്കിക്കോട്ടോ. 3x + y = 90. സോ അതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? പുട്ട് x = 0. അപ്പോൾ എന്ത് കിട്ടോടാ? നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് പോയാൽ മതിയടാ. 3 × 0 0 പോയി. y = എത്ര കിട്ടിയടാ? 9 കിട്ടി. സെയിം ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? yക്ക് 0 കൊടുക്കുക. പുട്ട് y = 0. സോ 3x + 0 = 90. സോ 3x = 90. x എത്രയാടാ? 90/3. 90നെ 3 കഷ്ണാക്കി എത്ര കിട്ടൂടാ? 30 ആണ് കിട്ടുക കേട്ടോ. ഡൗട്ട് വന്നു കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ തൽക്കാലം കൊടുക്കുക. സോ നമുക്ക് 2 പോയിന്റ് കിട്ടി, x, y. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു പോയിന്റ് എന്ത് കിട്ടിയടാ? ഫസ്റ്റ് എക്സിന് 0 കൊടുത്തപ്പോൾ y എത്ര കിട്ടിയടാ? 9 കിട്ടി. അതുപോലെ അല്ലേ, ഇതാണല്ലേ x, y. ഓക്കെ, നമുക്കൊരു പോയിന്റ്. അതുപോലെ ഇവിടെ എത്ര കിട്ടി? 30,0 കിട്ടി. ഇതാണ് അനദർ പോയിന്റ്. ഇത് വേണമെങ്കിൽ ഭംഗിക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ബോക്സൊക്കെ ആക്കാം. ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ സ്കൂളിലൊക്കെ നിങ്ങൾ പരിശീലിച്ച് എങ്ങനെ ആയിരിക്കും? എക്സിന് 0 കൊടുക്കുമ്പോൾ y 9 കിട്ടി. വൈക്ക് 0 കൊടുക്കുമ്പോൾ x എത്ര കിട്ടി? 30 കിട്ടി. അതൊക്കെ നിങ്ങളുടെ ഐഡിയ. നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഓവറോൾ സെക്ഷൻ സ്റ്റാർട്ടായി. ഇനി നമുക്ക് എന്ത് ചെയ്യാ? ഇതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓൾറെഡി വരച്ച സെറ്റപ്പ്. ഇനി നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം നിങ്ങൾ നോക്കാം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ടിംഗ് ആണ്. ഓക്കെ, ഗ്രാഫ് പ്ലോട്ടിങ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? എടാ 1 സെൻറ്റിമീറ്റർ വീതമാണ് വരക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഒരു ഗ്യാപ്പ് ഫിക്സ്ഡ് ആയാൽ മതി. നമ്മൾ 1 സെൻറ്റിമീറ്റർ അങ്ങനെ റൂളൊന്നുമില്ല. പക്ഷേ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് സാധാരണ വരയ്ക്കുമ്പോൾ നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് എടുത്താൽ മതി കേട്ടോ. സെയിം യൂണിറ്റ് ആയാൽ മതി എന്ന് മാത്രമേ റൂളുള്ളൂ. ഓക്കെ, അകലങ്ങൾ സെയിം ആയാൽ മതി. ഇനി ഇവിടെ എടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നെഗറ്റീവ് അധികം വേണ്ട. ഞാൻ നെഗറ്റീവ് അധികം വരക്കുന്നില്ല. എന്താ സാറെന്താ നെഗറ്റീവ് വരക്കുക? നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറൊക്കെ നെഗറ്റീവ് കുറേ വരച്ചുന്നുണ്ടല്ലോ. അങ്ങനെ വരക്കണ്ട. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഇൻപുട്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇനി വരക്കണതിൻ്റെ ഉള്ളിൽ കുറേ മാനദണ്ഡങ്ങളുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടുത്തെ വാല്യൂ ഒബ്സർവ് ചെയ്യാം. 50 ആണ്, 30 ഉണ്ട്. ഇത് എത്ര? 9 അല്ലേ? 9 ഉണ്ട്. സോറി, ഇത് 9 അല്ലല്ലോ, 90 ആണല്ലേ. 90, സോറി, 90. ഓക്കെ, 90. ഞാൻ കട്ട് ചെയ്യുന്നൊന്നുമില്ല. സെയിം തെറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റൂടെ. 3 × 0 y തന്നെ. എടാ ഇവിടെ 90 ഉണ്ട്, 30 ഉണ്ട്, 50 ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ നോക്കുക, നമ്മൾ എടുക്കേണ്ട വാല്യൂസ്
10, 20, 30 വേണം എടുക്കാം. ഇപ്പോൾ 20, 30, 40, 50 അതൊന്നും പോകില്ല. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെറ്റപ്പിൽ വരച്ചോളണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ കുറച്ച് ലെങ്ത്തിൽ നിങ്ങൾ വരച്ചോളണം. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയ ഏരിയ എടുത്തിട്ട് പറ 10. ഇനി ഈ പോയിന്റ് എഴുതുമ്പോൾ നിങ്ങൾ 10 എന്ന് എഴുതണ്ടെന്ന് എൻ്റെ അഭിപ്രായം. നിങ്ങൾ എപ്പോഴും എഴുതിക്കോ ഈ പോയിന്റ് എഴുതുമ്പോൾ തന്നെ 10 എന്ന് എഴുതണ്ട, 10,0 ഇങ്ങനെ എഴുതിക്കോ. അടുത്ത് എന്ത് എഴുതാം, 20,0 ഇങ്ങനെ എഴുതിയാൽ മതി മക്കളെ. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ 10, 20, 30, 40 എഴുതണം. 10 അത് 2D പോയിന്റ് അല്ലേ, ആക്സിസിലുള്ള പോയിന്റ്. അതിന് 10 എന്നൊന്നും പറയില്ല എന്ന്. ഇത് 2D പറയുമ്പോൾ 10,0 പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ കുറേയൊക്കെ തെറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. 50,0 അടുത്ത എത്രടാ, 60,0. ഇത് വലിയ ലോങ് ആവുമോ വീഡിയോ. 80,0, 90,0. കാരണം മാക്സിമം 90 ഉള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഇവിടെ എന്ത് വരുടാ, 0,10, 0,20, 0,30, 0,40, 0,50, 0,50, 0,60, 0,70, 0,80. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ നോക്കാം കേട്ടോ. എടാ ഇങ്ങനെ നമ്മൾ ഡ്രോയിങ് കറക്റ്റ് വരക്കാം. ഇത് എക്സ് ആണെന്ന് പറയാം, ചുമ്മാ വൈ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെ പിക്ചറാണ് മാർക്കേണ്ടത് ശ്രദ്ധിക്കും. എടാ ഫസ്റ്റ് പോയിന്റ് 0,50, 50,0. ഇതാണ് ഫസ്റ്റ് ലൈന്. 0,50, 50,0. 0,50, 50,0 അല്ലേ. നോക്കെ 0,50 ഇതാണ് 50,0. ഞാനിവിടെ വേറെ കളർ ഉപയോഗിക്കാം. 50,0 ഒരു പോയിന്റ് കിട്ടി. ഇനി 0,50 ഇതാണ് നമ്മളെ 0,50. എന്താണ് നമ്മളെ 0,50. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് വരക്കുക. രണ്ടും പാടാക്കിയിട്ട് ഇങ്ങനെ ടച്ച്. 2 പോയിന്റ് കിട്ടി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് ഇവിടെ ടച്ചോ. ആ ഇക്വേഷൻ ഒന്നും എഴുതേണ്ട, പകരം 1 എന്ന് ടച്ചാൽ മതി. എളുപ്പം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഒന്നാമത്തെ ലൈൻ, ജസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ആണ് കേട്ടോ. നിങ്ങൾ ഒരു 1 എന്ന് ടച്ചാൽ മതി. ഇനി രണ്ടാമത്തെ കേസിൽ നിങ്ങൾ നോക്ക് എന്തൊക്കെയാണ്. 0,90 30,0. 0,90 ആണല്ലേ, മേലക്ക 90 നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ് ഇതാണ് നമ്മളെ 0,90. ഓക്കെ, നമ്മളവിടെ ഉറപ്പിച്ചു. പിന്നെ അതുപോലെ എന്താണ് 30,0. എത്രയാടാ, 30,0. ഓക്കെ, ഇതാണ് നമ്മളെ 30,0. അപ്പോൾ ഇവൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇതിന് ഇക്വേഷൻ നമ്പർ എടാ സ്ട്രെയിറ്റ് ലൈൻ ആട്ടോ. ഞാൻ വരച്ചതൊക്കെ വളവുണ്ടാവും, നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ വരക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ വേറെ കളർ ഉപയോഗിക്കാം. നിങ്ങൾ എക്സാമിന് സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരക്കണം കേട്ടോ. 2 എണ്ണം. എടാ ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. എടാ ഫീസിബിൾ റീജിയൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ ഒരു 2 തരത്തിൽ ഞാൻ അത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഒന്ന് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടും പറഞ്ഞുതരാം, ഒന്ന് ഒരു ട്രിക്കിലും പറഞ്ഞുതരാം. എക്സാമിന് 2 ലെസ് ദാൻ കേട്ടോ, ശ്രദ്ധിച്ചോ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരികയാണെങ്കിൽ, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരികയാണെങ്കിൽ ഷെയ്ഡഡ് റീജിയൻ എവിടെ ആയിരിക്കും? ഇതായിരിക്കും ഷെയ്ഡഡ് റീജിയൻ. ഞാനിവിടെ കാണിക്കാം. വേറെ ഏതാ കളറ് അല്ല, ഇതായിരിക്കും നമ്മളുടെ ഷെയ്ഡഡ് റീജിയൻ. ഞാൻ പറഞ്ഞു നിങ്ങളോട് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരികയാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ചുമ്മാ ഒരു പേര് കൊടുക്കാം, O. അതിൻ്റെ കോർണറിന് പേര് കൊടുത്താണ് ABC അല്ലേ. ഒരു 4, 1, 2, 3, 4 സൈഡുള്ള ഒരു പാരലോഗ്രാം അല്ല, ഒരു ക്വാഡ്രിലാറ്ററൽ. 4 സൈഡിലും ക്വാഡ്രിലാറ്ററൽ എന്നല്ലേ പറയും. ഒരു 4 സൈഡുള്ള ക്വാഡ്രിലാറ്ററലാണ് ഇതിൻ്റെ ഷെയ്ഡിങ് വരിക. ഇത് എപ്പോഴാണ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബ്ലം എക്സാമിന് ചോദിച്ചാൽ പിന്നെ ഒന്നും നോക്കണ്ട, ഇതിന് ഷെയ്ഡിങ്ങിനെ കുറിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ വെറീഡായിരിക്കും എന്ന് വേണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞല്ലേ മിക്കവാറും ചിലപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലാണ്ട് പ്രയാസപ്പെടുത്താൻ ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അങ്ങനെ നീ ഒന്നും നോക്കണ്ട, എപ്പോഴും ഷെയ്ഡിങ് അത് മാത്രമേ വരുള്ളൂ. അതങ്ങനെ പഠിച്ചു വെക്കുക. ഇനി ഇത് എങ്ങനെ വന്ന്, രണ്ടാമത്തത് ഇത് എങ്ങനെയാണ് സാധനം വന്ന്. ഇത് റിയാലിറ്റി മനസ്സിലായില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പ്രോബ്ലം എങ്ങാനും ഹയർ ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടികളും ഇതിൻ്റെ ഷെയ്ഡിങ് തെറ്റിക്കാൻ ഷെയ്ഡിങ് ശരിയാക്കാൻ അത്ര ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ക്ലാരിറ്റി വരുത്തിക്കോ ഇത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അടിയിലോട്ടാണ് ഷെയ്ഡിങ് വരിക. എന്താ പറയുക സാറേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് അടിയിലോട്ട്. അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് എങ്ങനെയാ ഷെയ്ഡിങ് പോവുക? മുകളിലോട്ടാണ് ഷെയ്ഡിങ് പോവുക. ഇത് ജനറലി പഠിക്കണം. അത് കിട്ടിയതിൻ്റെ പ്രൂഫ് വേറെ ഒക്കെ ഉണ്ട്, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇപ്പോൾ ജനറലി നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാണെങ്കിൽ താഴത്തോട്ടാണ് എന്ത് ചെയ്യുക ഷെയ്ഡ് വരിക. ഗ്രേറ്റർ നമ്മളെ മേലേക്ക് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്, അതിന് നേരെ ഉൾട്ടാ മുകളിലോട്ട്. അപ്പോൾ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളെ മേലേക്ക്, ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് നേരെ ഉൾട്ടാ. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 2 ലെസ് ദാൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക. ഇപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ വേറെ കളറാണ്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഈ കളറിൽ തന്നെ നമുക്ക് പെട്ടക്കാം. അപ്പോൾ നമുക്കൊന്നുകൂടെ എളുപ്പം കിട്ടും. പിങ്ക്.
ഒന്നാമത്തെ ലെസ് ദാൻ പറഞ്ഞാൽ നോക്കിട്ടാ, ഇതിൻ്റെ മഴ അടിയിലോട്ട് പെയ്യാം, അങ്ങനെ മഴ പെയ്യാന്നൊക്കെ പഠിക്കാം കേട്ടോ, ലോക്കലായിട്ടൊക്കെ നമുക്ക് പറയുന്നത് ജസ്റ്റ് അവിടുന്ന് ഒരു ഷവറാണെന്ന് വിചാരിച്ചു. ആ ഒന്നാമത്തെ ലൈൻ എന്ന് പറഞ്ഞ കമ്പി ഒരു ഷവറാണെന്ന് വിചാരിച്ചോ. ആ ഷവറിൽ വന്ന് മഴ പൊടിയാന്ന് വിചാരിച്ചോ. മഴ ഇവിടെ പൊടിയില്ല. അതെന്തുകൊണ്ടാണ് പൊടിയില്ല? അതിനാണ് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0. നമ്മൾ ഫീസിബിൾ റീജിയൻ ആണ് കാണുന്നത്. ഒരിക്കലും എക്സിൻ്റെയും വൈഡും വില എന്താണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് 0യും 0നെക്കാട്ടിയും വലുത് 0 അല്ലെ 0, 1, 2 വലുതാണ്. നമുക്കറിയാം 0, 1, 2 ഒക്കെ വരെ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ ഒരു കാരണവശാലും താഴത്തോട്ട് ഷെയ്ഡിങ് വരില്ല. അതുകൊണ്ട് ഇവിടുന്ന് മഴ പൊടിയില്ല, ഇവിടുന്ന് ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ പൊടിയും. നോക്കി കേട്ടോ, ഇതാ ഇങ്ങനെ പൊടിഞ്ഞിട്ട് മഴ അങ്ങനെ പോകും. ഇനി നെഗറ്റീവിലോട്ട് വരില്ല. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് താഴത്തോട്ട് അതിൻ്റെ ഷെയ്ഡിങ് വരിക. ഓക്കെ, ഇനി രണ്ടാമത്തെ ലൈൻ നമുക്ക് റെഡ് ലൈൻ ഇല്ലേ, റെഡ് ലൈനിൻ്റെ കേസിൽ എന്താണ് അതിൻ്റെ ഷെയ്ഡിങ് എങ്ങനെ വരും നോക്കെ. അതിൻ്റെ ഷെയ്ഡ് താഴത്തോട്ട, ഇവിടെ വരില്ല, കാരണം എക്സ് ഗ്രേറ്റർ തന്നെ വരാത്ത, അവിടെ വരില്ല. ഇതാ ഇങ്ങനെ ഷെയ്ഡിങ് ഉണ്ടാ, ഇങ്ങനെ എന്താ ഇങ്ങനെയാണ് ഷെയ്ഡിങ് പോവാം. നിങ്ങൾ നോക്കുക, രണ്ട് ലൈനുകളും കൂട്ടിയിടിച്ച് നിങ്ങൾ പറ, രണ്ടുള്ള ലൈന് ഒരു പിങ്കും റെഡും എടുത്തിട്ടല്ലേ ഞാൻ വരച്ചത്. പിങ്കും റെഡും ഉള്ളത് ഏത് കള്ളിയിലാണ്? ഈ പറയുന്ന OABC അല്ലേ, അതിനെയാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. രണ്ട് മഴകളും കൂട്ടി ഒരേപോലെ തട്ടുന്ന ഒരു ഏരിയ, അതിനെ വിളിക്കുന്ന പേരാണ് ഫീസിബിൾ റീജിയൻ. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. അപ്പോൾ രണ്ടിൻ്റെ കൂടി ഇടിക്കുന്ന സ്ഥലം, അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ഏരിയയാണ് ഫീസിബിൾ റീജിയൻ, അതാണ് അതിൻ്റെ ഓവറോൾ സൊല്യൂഷൻ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭംഗിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ കൊളാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഷെയ്ഡ് ചെയ്ത ഈ റീജിയനാണ് നമ്മൾ എന്ത് ഫീസിബിൾ റീജിയൻ. മറ്റേ ഞാൻ പറഞ്ഞില്ല, നമ്മൾ വ്യത്യസ്ത കളർ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കൊടുത്ത റെഡിൽ അലമ്പാക്കിയിട്ട് കൊടുത്ത ഈ റെഡ് കളറാണ് നമ്മളെന്ത് നമ്മളെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ആ റീജിയൻ്റെ പേര് ഞാൻ ചുമ്മാ ലെറ്റർ കൊടുത്തു, നിങ്ങൾക്ക് എക്സാമിന് ഇഷ്ടമുള്ള ലെറ്റർ കൊടുക്കാം. OABC എന്ന് പറഞ്ഞാൽ ലെറ്റർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ OABC ലെറ്റർ കൊടുത്തു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് സാറ് എങ്ങനെയാണ് സാറ് പറഞ്ഞത് ടെക്നിക്കലി ഇത് സോൾവ് ചെയ്യാം. ഇപ്പോൾ O നമുക്കറിയാം, എയുടെ വാല്യൂ 330 ആണ്. C നമുക്കറിയാം 050 ആണ്. B മാത്രമാണ് നമുക്കറിയാത്തത്. നിങ്ങൾ നോക്ക്, ഇത് എങ്ങനെ കണ്ടെത്തുന്നത് വെച്ചാൽ ഏത് രണ്ട് ലൈനാണോ ഇന്റർസെക്ട് ചെയ്യുന്നത്, ഈ 1, 2 കൂട്ടിയിടിക്കുമ്പോഴല്ലേ നമുക്കൊരു ഒരു പോയിന്റ് കിട്ടുന്നത്, B പോയിന്റ്. ഈ B പോയിന്റ് ആണ് ഇനി കണ്ടെത്തേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ ആ B പോയിന്റ് കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് എല്ലാവർക്കും ടെൻഷൻ. സോൾവ് ചെയ്യുന്നത് എല്ലാവർക്കും തെറ്റുന്നത്. അപ്പോൾ ഞാൻ സോൾവിങ്ങിന് ഞാൻ സിമ്പിൾ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. സോൾവിങ്ങിന് ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മളെ ഇക്വേഷൻസുകളൊക്കെ ഒന്ന് കൊണ്ടുവരണമല്ലോ, എന്നെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. എത്രയും നമ്മൾ ഇക്വേഷൻസ് x + y ≤ 50 നോക്കട്ടോ. x + y ≤ 50 അല്ലേ, ലെസ് ദാൻ ഒക്കെ നമ്മൾ മാറ്റിയൊക്കെ ഈക്വൽ ആക്കുക എക്സാം സോൾവ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്താ ഉള്ളത്, ഇക്വേഷൻ തലം അങ്ങനെ നിൽക്കണ്ടടാ. 3x + y = 90. 3x + y = 90. നോക്കൂ മക്കളെ, എടാ ഇത് സോൾവ് ചെയ്യുന്നതാണ് എല്ലാവർക്കും എക്സാം മോളിൽ പെടുന്ന തെറ്റ്. ഇതിനൊരു സിമ്പിൾ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എടാ നിങ്ങളിവിടെ എക്സിൻ്റെ കൂടെ സാധാരണ സോൾവ് ചെയ്യേണ്ട ജസ്റ്റ് മൈനസ് ചെയ്തിട്ട് അങ്ങനെ കട്ടാക്കിയിട്ടൊക്കെ സോൾവ് ചെയ്യട്ടെ. സാർ വേറെ ട്രിക്കാണ് നിങ്ങൾക്ക് പറയുന്നത്. ഏത് വന്നാലും നമുക്കിത് അപ്ലിക്കബിൾ ആണ്, സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. എക്സിൻ്റെ കൂടെ ആരും ഇല്ലെങ്കിൽ അവിടെ ആരുണ്ട്, മാക്സിൻ്റെ റൂൾ പ്രകാരം പറ. ഇവിടെ 1 ഉണ്ട് അല്ലേ, വൈയുടെ കൂടെ ആരില്ലെങ്കിൽ ഒരു നമ്പർ ഉണ്ട്, 1 ഉണ്ട്. ഇവിടെ 3 ആണ്, ഇവിടെ വൈയുടെ കൂടെയുള്ള നമ്പർ 1 ആണ്. ഇത് നമുക്ക് ബേസിക്കലി ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഓൾറെഡി അവിടെ നമ്പർ ഉണ്ടാവും. ചില ക്വസ്റ്റ്യൻസിൽ എക്സിൻ്റെ അവിടെ ബ്ലാങ്ക് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല, നമ്പർ ഉണ്ടാവില്ല, ഡിപ്പെൻഡ് ചെയ്തിട്ട് കോൺസ്റ്റന്റ് ഉണ്ടാവില്ല. ആ ഡിപ്പെൻഡ് ചെയ്ത കോൺസ്റ്റന്റ് 1 ആണെന്ന് അല്ലേ, ആരും ഇല്ലെങ്കിൽ അവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, എക്സിൻ്റെ കൂടെ ഉള്ളത് ഇവിടെ 1 ആണ്, വൈയുടെ കൂടെ ഉള്ള 1 ആണ്. ഇത് നമുക്കറിയാം. ഇനി ശ്രദ്ധിക്കേണ്ടത് എക്സാമിന് എന്ത് ചെയ്യുക, ഇങ്ങനെ 2 വട്ടം ഇടാം. ഓക്കെ, ഇങ്ങനൊരു വട്ടം, ഞാൻ വേറെ കളർ ഉപയോഗിക്കാം. ഓക്കെ, റെഡ് ഇടാം. ഞാനിത് സോൾവിങ് ട്രിക്കാണ് പറയുന്നത്. ഇങ്ങനൊരു വട്ടം, അതുപോലെ ഇങ്ങനൊരു വട്ടം. ആഹാ, എന്ത് രസമുള്ള 2 വട്ടം. ഈ 2 വട്ടത്തിനുള്ള ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. അതെങ്ങനെ കണ്ടെത്തുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. സോ എക്സ് എന്ന് എഴുതാം. നമുക്ക് എക്സ് കണ്ടാവും, ഒറ്റയടിക്ക് എക്സ് കിട്ടാൻ പോവാണ്. എക്സ് കിട്ടേണ്ട രീതി ഇതാണ്. ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഈ 2 നമ്പർ എന്ത് ചെയ്യുക, ഇവിടെ 1 അല്ലേ, 1 90 നമ്മൾ ഗുണിക്കുക. 1 90 ക്രിസ് ക്രോസ് ചെയ്യില്ല. നമ്മൾ ഡിറ്റർമിനൻ്റ് കാണൂലേ, നമ്മൾ ഡിറ്റർമിനൻ്റ് കാണുന്ന അതേ പ്രോസസ്സാണ്. നമ്മൾ ഡിറ്റർമിനൻ്റ് കാണുന്ന പോലെ ചെയ്യുന്ന പോലെ 1 × 90 എത്രയാണ് മക്കളെ, 90 ആണ്. എന്നിട്ട് ഇതിൻ്റെ ഫോർമുലയിൽ മൈനസാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 50 എത്രയാണ്, 50 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ, ഇപ്പം എന്താ ചെയ്തത്, ക്രിസ് ക്രോസ് ചെയ്യുന്ന പോലെ 1 × 90 90 മൈനസ് 1 × 50 50. ഇതേപോലെ തന്നെ ഇവിടുത്തെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 1 × 1 എന്ന് ചെയ്യരുത്, അത് തെറ്റിപ്പോകും. നമ്മൾ എവിടുന്ന് ചെയ്യണം, അടിയിൽ നിന്ന് വേണം എടുക്കാൻ. 3 × 1 ഇവിടെ ചെയ്തതിൻ്റെ നേരെ ഉൾട്ടാ എടുക്കണം. 3 × 1 3 മൈനസ് എന്ത് ചെയ്യണം, 1 × 1 1. സോ 90 50 പോയി കഴിഞ്ഞാൽ 60 70 80 90 അല്ലേ, 40 അല്ലേ, 40 5 4 9 3 മൈനസ് 1 2. 40ൻ്റെ പകുതി എത്ര മക്കളെ, 20 ആണ്. സോ നമുക്ക് എക്സ് കിട്ടിയടാ ഒറ്റയടിക്ക് 20.
അപ്പോൾ ഞാൻ പറയുന്നത് ഇത് വളരെ എളുപ്പമാണ് ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഈ ട്രിക്ക് ഒന്നുകൂടെ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്ത് വീഡിയോ ഒന്ന് കാണട്ടെ, നമ്മൾ സമയം കളയേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾ ട്രിക്ക് എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കലും ആൻസർ തെറ്റില്ല ഈ ഒരു ആശയം അറിഞ്ഞു കഴിഞ്ഞാൽ. കേട്ടോ, എക്സാമിന് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം, നമ്മുടെ സ്കില്ലാണ്. അതല്ലാണ്ട് സ്കൂൾ പറഞ്ഞ പോലെ പ്ലസ് അങ്ങനെയൊന്നുമില്ല. അത് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞ് ഇതൊന്നും ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് പഠിച്ചാൽ ഗുണം എന്താ വെച്ചാൽ ഒരിക്കലും തെറ്റാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ എക്സ് കിട്ടിയാൽ പിന്നെ വൈ കിട്ടാൻ പ്രയാസമൊന്നുമില്ല. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ എക്സ് പ്ലസ് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. എക്സ് പ്ലസ് വൈ 50 ആണല്ലോ, എക്സ് ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 20 + y = 50 അല്ലേ? ഇത് നോക്കിയാൽ തന്നെ അറിയാം y 30 ആണെന്ന്. അറിയില്ലെങ്കിൽ y ഇവിടെ നിർത്തുക, 50 ഇവിടെ ഇടുക, 20 അങ്ങോട്ട് കൊണ്ടുപോകുക, -20. അപ്പോൾ y എത്ര കിട്ടും? 30 കിട്ടും. അപ്പോൾ നമുക്ക് എക്സും വൈയും നമുക്ക് കിട്ടി. ആ എക്സും വൈയും കാണുന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മർമ്മമുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കേടാ, 20 30 ശരി. ഓക്കെ, സ്ക്രീൻഷോട്ട് ചെയ്യും കേട്ടോ. ഇനി നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാം. എടാ, നമുക്ക് ഇവിടെ കിട്ടി, ഇവിടുത്തെ പോയിന്റ് നമുക്ക് കിട്ടി 20,30. ഇപ്പോൾ എല്ലാ കോർണർ പോയിന്റ് നമുക്ക് അവൈലബിൾ ആയി. ഇത് ഓൾറെഡി 0 ആണ്, ഒറിജിൻ അല്ലേ? 0 ആണ്. എ നമുക്കറിയാം, ബി അറിയാം, സി അറിയാം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു ബോക്സ് വരക്കാം. ഞാൻ ഇവിടെ തന്നെ കാണിക്കാം. ഇവിടുത്തെ സ്പേസ് മതി. ഒരു ബോക്സ് ഇങ്ങനെ വരക്കാം. ഫൈനൽ സ്റ്റെപ്പാണ് കേട്ടോ. കോർണർ പോയിന്റ് ഇത് ചെറുത് മതി. ഇതിൻ്റെ ഹെഡിങ് എന്തെടുക്കുക? കോർണർ പോയിന്റ് എന്ന് കൊടുക്കാം. കോർണർ പോയിന്റ് ഇവിടെ കൊടുക്കേണ്ട ഹെഡിങ് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമുകൾക്ക് ഇത് കാണാതെ പഠിച്ചു പോകുന്നു വേണ്ട. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതല്ലേ ചെയ്യുന്നത്? ഇതല്ലേ ക്വസ്റ്റ്യൻ? ഇതാ ഈ ഹെഡിങ്ങിൽ നമ്മൾ ആദ്യം മാറ്റി ഞാൻ പറഞ്ഞില്ല ഇത് തൊടാൻ പാടില്ല, മാക്സിമൈസ് മിനിമൈസ് ആണ്. ഇവനെ നേരെ എടുത്തിട്ടാണ് കൊണ്ടുപോകാം. അപ്പോൾ മാക്സിമൈസ് z = എന്താടാ? 4x + y. 4x + y അല്ലേ? 4x + y. 4x മറക്കണ്ട കേട്ടോ. അതുപോലെ എഴുതി വെക്കാം. അപ്പോൾ കോർണർ പോയിന്റ് എഴുതാം, മാക്സിമൈസ് ആയിട്ട് അതുപോലെ എഴുതി വെക്കുക. പിന്നെ ആ കോർണേഴ്സ് ഒക്കെ ചുമ്മാണ്ട് എഴുതി വെക്കുക. നോക്ക്, 0 എത്രടാ? 0,0. പിന്നെ എ എത്രയാടാ? 30,0. ബി എത്രയാടാ പോയിന്റ്? 20,30. അതുപോലെ പറ. സി എത്രയാടാ? സി എന്ന് പറയുന്നത് എത്രയാണ്? 0,50 അല്ലേ? 0,50 കറക്റ്റ് തന്നെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക. കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പാട്ടാ. ഈ 0 എന്ന് പറഞ്ഞാൽ എക്സ് വൈ. എക്സിന് 0, വൈക്ക് 0 കൊടുത്താൽ എന്ത് കിട്ടും? 4 × 0 + 0. 4 × 0 0 0 + 0 എത്രയാടാ? 0 ആണ്. ഇനി കാൽക്കുലേറ്റർ ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. 4 × x 4 × 30 കൊടുക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ 4 × 30 അല്ലേ? പ്ലസ് വൈ എന്നാൽ 0. അപ്പം 4 3 12 120 വരും. ഇനി വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. 4 × ആദ്യമുള്ളത് എക്സ്, രണ്ടാമത്തെ ആൾ വൈ. അപ്പോൾ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാടാ? 20 + y എത്രയാടാ? 30 കേട്ടോ. 4 2 8 80. 80 30 എത്രയാടാ? 110 അല്ലേ? സോറി 110. ആ കറക്റ്റാണ്. അതുപോലെ 110 ഇതൊക്കെ ചെയ്തു പോകുന്നു. ശരി തന്നെയാണൊക്കെ പോകുന്നു. ഓക്കെ, സാറ് ചെക്ക് ചെയ്യണം, വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയമില്ലടാ. അതുകൊണ്ട് 4 × x 0 വൈ എന്ന് പറഞ്ഞാൽ 50 കേട്ടോ. കാരണം എക്സാം കീ തെറ്റിപ്പോയാലേ പിന്നെ നിങ്ങൾക്ക് പ്രയാസമാവും, കൺഫ്യൂഷൻ, എങ്ങനെ മെസ്സേജ് ആയതുകൊണ്ടിരിക്കും നിങ്ങൾ. ഓക്കെ എടാ, അപ്പം നമുക്ക് ഇവിടെ 4 വാല്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? മാക്സിമൈസ് ആണ് ചോദിച്ചത്. മാക്സിമൈസ് ചോദിച്ചതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാ? 120 ആണ്. സപ്പോസ് മിനിമൈസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്, 110 തെറ്റിയില്ലല്ലോ. 4 × 2 80 80 30 110. സോ 120. 4 × 0 4 3 12. ഓക്കെ കറക്റ്റാണ്. മാക്സിമൈസ് 120 തന്നെയല്ലേ? ഫൈൻഡ് ദ കോർണർ വിച്ച് മാക്സിമം. ഓക്കെ അത്രയേ ഉള്ളൂ. കറക്റ്റാണ്. 120 30,0 കറക്റ്റാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ബി പോയിന്റ് വന്നപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ഈ ബി പോയിന്റ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സാർ അതാ ചെക്ക് ചെയ്യുന്നത്. ബി പോയിന്റ് ആണെങ്കിൽ കൊടുത്ത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? ഫൈനൽ ദെയർഫോർ മാക്സിമൈസ് z = എത്ര മക്കളെ? 120 ആണ്. ഏത് പോയിന്റിൽ? അറ്റ് ഏത് പോയിന്റിൽ? എ എന്ന് പറയുന്ന പോയിന്റിൽ 30,0 ഇതിൻ്റെ ഉത്തരം. ഇറ്റ്സ് എ ഫൈനൽ കീ. ഇതാണ് ഫൈനൽ കീ കേട്ടോ. കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. മാക്സിമം വാല്യൂ 120. സപ്പോസ് ഈ ക്വസ്റ്റ്യൻ്റെ മിനിമം വാല്യൂ 0 ആണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ മിനിമം വാല്യൂ ചോദിക്കാറില്ല. മിനിമം വാല്യൂ വരുമ്പോൾ എപ്പോഴും ഇതിൻ്റെ പിക്ചർ സെൻറ്ററിലാണ് വരിക കേട്ടോ. അതൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ ഒരു കണ്ണിങ് ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മിനിമൈസ് ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ പിക്ചർ ഇവിടെയോ ഒക്കെ ഉണ്ടാവുക. അങ്ങനെ വരുമ്പോഴാണ് മിനിമം വാല്യൂ ചോദിക്കുള്ളൂ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മാക്സിമം വാല്യൂ ചോദിക്കാൻ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഉള്ള അങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ അങ്ങനെയാണ്. ഇതൊക്കെ ടൂണൊക്കെ അങ്ങനെയാണ്. അപ്പോൾ തൽക്കാലം നിങ്ങളിത് പഠിക്കുക. ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ. സാറ് ടയേർഡായി. ഇന്ന് കുറേ വീഡിയോ എടുത്തുകൊണ്ടേ ഒക്കെ ടയേർഡായി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്തു. ഇനി ഞാൻ ട്വിസ്റ്റ് ഉള്ളത് മാത്രം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി ആവും. വീഡിയോ ഭയങ്കര ലെങ്തി ആവും കേട്ടാ. വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. ഞാനതിങ്ങനെ എടുത്തു പോയി കഴിഞ്ഞാൽ പ്രാന്ത് പിടിക്കും. എടാ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തോളൂ. സാറേ ഒരു ഐഡിയ പറഞ്ഞണ്ട.
സാറേ ഗ്രേറ്റർ ദാനും ലെസ് ദാനും വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇതിൻ്റെ പിക്ചർ വരിക എപ്പോഴും എന്താ ഇങ്ങനെ 2 ലൈനൊക്കെ നിങ്ങൾ വരക്കുക, ഇതിൻ്റെ ഷെയ്ഡിങ് വരിക ഈ ഭാഗത്താണ്. അതെന്താ സാർ, അതൊക്കെ ഒരു ട്രിക്കാണ് മക്കളെ കേട്ടോ. അത് ഇവിടെയാണ് വരിക, ഒന്ന് ഗ്രേറ്റർ ദാനും ഒന്ന് ലെസ് ദാനും വരുമ്പോൾ ഷെയ്ഡിങ് വരിക ഇവിടെയാണ് കേട്ടോ. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ സോൾവ് ചെയ്തോ. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറഞ്ഞാൽ ഈ ഭാഗം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 2 കൺസ്ട്രെയിൻറ്റ് സോൾവ് ചെയ്യാൻ അത് മാത്രം ഞാൻ അവിടെ കാണിച്ചു തരാം. x + 2y = 10 ഇതാണല്ലോ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളത്. സോൾവ് ചെയ്യാൻ 3x + 4y = 24 ഇത് സോൾവ് ചെയ്യാൻ നോക്കണം. ഇവിടെ എക്സിൻ്റെ കൂടെ ആരില്ലെങ്കിൽ 1 ഉണ്ട്, ഇവിടെ 2 ആണ്, ഇവിടെ 3, ഇവിടെ 4 അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ വട്ടിടുക, ഇങ്ങനെ വട്ടിടുക. ഓക്കെ, ഫസ്റ്റ് എക്സിൻ്റെ വാല്യൂ പറഞ്ഞത് സോൾവിങ് സാർ ഒന്ന് കറക്റ്റാക്കി തരാം കേട്ടോ. ഇതാണ് എല്ലാവർക്കും ഡൗട്ട് ഉള്ളത്. ക്യാപിറ്റൽ എക്സ് ആണ് എന്താണ് 2 × 24 എത്രയാടാ, 2 × 24 48 മൈനസ് 4 × 10 40 ഓൾ ഡിവൈഡ് ബൈ. ഇനി ഇവിടുന്ന് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ കൊളാക്കരുത്, ഇത് ഇങ്ങനെ ചെയ്യരുത്. ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. 3 × 2 എത്രയാണ് 6, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രാക്ടീസ് വേണേ. 1 × 4 4. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കൃത്യമായിട്ട് എക്സ് കിട്ടും കേട്ടോ. 48 40 8 ആണ്, 6 4 പോയി കഴിഞ്ഞാൽ 2 ആണ്, 8 2 പോയി കഴിഞ്ഞാൽ 4 ആണ്. അപ്പോൾ എക്സ് എത്ര കിട്ടിയടാ, എക്സ് എത്ര കിട്ടി, എക്സ് = 4. ഓക്കെ, ഇനി വൈയിൽ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുക്കാം. ഞാൻ ഒന്നാമത്തേൽ തന്നെ കൊടുക്കാം. x + 2y = 10 ആണ്, ഇതിൽ എക്സിന് 4 കൊടുക്കുക. അപ്പോൾ 4 + 2y = 10. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്. 2y = 10 - 4 2y = 6 y = 6/2. അപ്പോൾ എത്ര കിട്ടൂടാ, 3 കിട്ടും. അപ്പോൾ എക്സും വൈ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണല്ലോ. ഇവിടുത്തെ 2ഉം 3ഉം ആണ് കേട്ടോ. 2ഉം 4ഉം 3ഉം കേട്ടോ. ബാക്കിയുള്ള പോയിന്റ് നമുക്ക് ഓൾറെഡി നമ്മുടെ പിക്ചറിൽ നിന്ന് കിട്ടും. ഞാൻ ഇതിന് ഇമ്പോർട്ടൻറ്റ് മർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. സോ നിങ്ങൾ നോർമലൈസ് ആൻസർ കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൻ്റെ കീ വേണം മക്കളെ, ഇതിൻ്റെ കീ മാത്രം പറഞ്ഞുതരാം. കാരണം അതൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നാളത്തെ എക്സാമിന് ഇപ്പം ഒന്നും പ്രാക്ടിക്കലി ശരിയാവുന്ന കാര്യമില്ല കേട്ടോ. ഇതിൻ്റെ ഉത്തരം കിട്ടുക മാക്സിമൈസ് z = 2300 കേട്ടോ. 2300 ഇതിൻ്റെ കീ കിട്ടുക. അത് ഏത് പോയിന്റിലാ വെച്ചാൽ 4,3 എന്ന് പറഞ്ഞ ഈ പോയിന്റിൽ തന്നെ, ഈ പോയിന്റ് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുക, 2300 അതിൻ്റെ മാക്സിമം വാല്യൂ കിട്ടുക. നിങ്ങൾ ചെക്ക് ചെയ്തോ കേട്ടോ. നമുക്കെല്ലാം ചെയ്യേണ്ട സമയമില്ല, കാരണം അതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ലെസ് ദാനും ഗ്രേറ്റർ ആണ്. ഇത് ഞാൻ ഒന്ന് ചെയ്യാം. ഇതിൽ സാറ് പറഞ്ഞ ഒരു അഡീഷണലി ഒരാൾ വന്നിട്ടുണ്ട് അല്ലേ സാറേ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഇതേപോലെ നിങ്ങൾ ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, കാരണം ഇത് ചില ആളുകൾക്ക് ഇത് എക്സാമിന് ഇത് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്തോ, ഇത് നമുക്ക് ചെയ്യാം കേട്ടോ. അത് ചെയ്തോ. x + 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു, x + 3y = എന്താടാ 60 ആക്കുക. സോ പുട്ട് എക്സിന് 0 കൊടുത്തോ, പുട്ട് എക്സിന് 0 കൊടുത്താൽ 3y = 60 കിട്ടും. പറ y = 60/3, y = എത്ര കിട്ടൂടാ 20 കിട്ടും. അപ്പോൾ 0,20 ആണ് നമ്മുടെ ഒരു പോയിന്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇതേ ഇക്വേഷനിൽ എന്ത് കൊടുക്കാം, പുട്ട് y = 0 കൊടുക്കുക, yക്ക് 0 കൊടുക്കാം. x + 0 ആയി, x + 3 × 0. ഓക്കെ, സ്പീഡിൽ ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യാം. x = 60, ദാറ്റ് ഈസ് 60,0. അനദർ പോയിന്റ് കിട്ടി. 0,20 60,0 കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ ആണെന്ത്, x + y = 10. ഇത് വളരെ സിമ്പിളാണ്. എക്സിന് 0 കൊടുത്താൽ y എന്ത് കിട്ടും, ഒറ്റടിക്ക് കിട്ടും. y കൊടുത്താൽ y = എന്ത് കിട്ടും, 10 കിട്ടും. ഇതൊക്കെ സിമ്പിളാണ്. y = 0 കൊടുത്തു കഴിഞ്ഞാൽ x എത്ര കിട്ടൂടാ, അല്ലേ. ഇതിൽ കൊടുത്താൽ അങ്ങനെ കിട്ടില്ല. അപ്പോൾ 0,10ഉം ഇവിടെ എന്താടാ 10,0. 2 പോയിന്റ് അവിടെ. പിന്നെ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y, ഇതൊന്നുമില്ല. ഈ ഇങ്ങനെ ഒരു സാധനം കണ്ടാൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. എക്സാമുകൾ നാളെ ചിലപ്പോൾ വരും കേട്ടോ. ഇങ്ങനെ കണ്ടാൽ ടെൻഷൻ ആവണ്ട. ലെസ് ദാൻ മാറ്റുക, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ മാറ്റുക. അപ്പോൾ സിംപ്ലി എന്ത് കിട്ടും, എക്സും വൈയും. എന്താ സാറേ എക്സും വൈയും ഈക്വൽ ആകുമ്പോൾ ഇതിൻ്റെ പിക്ചർ പോവുക. ഫോർ എക്സാമ്പിൾ 1 = 1, 2 = 2 ഇതല്ലേ x = y എന്ന് പറയുന്നത്. 0 = 0, -1 = -1 അല്ലെ. ഇതാണ് x = y എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് പോവുക ഡയഗണലിൽ കൂടെ പോവുക. അതെങ്ങനെ സാറേ പോകുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്ക് എടാ, ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാനിത് അങ്ങനെ ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10, 20, 30 അല്ലേ പോകുന്നത്. അപ്പോൾ 10,0 20,0 ഇത് എഴുതിക്കും മക്കളെ, ഇത് പ്രശ്നമാവും അല്ലെങ്കിൽ. 50,0 60,0. സോ ടോപ്പിൽ 0,10 0,20 0,30 അങ്ങനെ പോട്ടെ. ഓക്കെ എടാ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പോകുന്നതാണ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. സാർ അത് എന്തുകൊണ്ടാണ് പോകാൻ കാരണം നോക്കേ. ഇപ്പോൾ ഇതാണല്ലോ 0,0. ഇപ്പോൾ ഈ പോയിന്റ് ആണല്ലോ എന്ത് 10,10. ഈ പോയിന്റാണ് 20,30 34. ഒരേപോലെ ഈക്വലായിട്ട് പോവാം. ഇങ്ങനെയാണ് ഇത് ഈ ഡയഗണലിൽ പോവുക. 10,10 20,20 30,30 അതങ്ങനെ പോവുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും നോക്കണ്ട. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ x = y എന്ന് പറഞ്ഞതാ ഇങ്ങനെ പോകുന്ന ലൈനാണ് കേട്ടോ. ആ ഡയഗണലിൽ കൂടെ അങ്ങനെ പോകുന്ന ലൈനാണ്. അതിന് നമുക്ക് മൂന്നാമത്തെ ലൈനെന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കാം. നമ്മൾ 3 ആണല്ലോ, അതെ മൂന്നാമത്തെ ലൈൻ എന്ന് വിളിക്കാം.
പിന്നെ മറ്റുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്താ പറയുക, ഇതല്ലേ ഇപ്പോൾ നമ്മൾ ചെയ്തിരുന്നത്. യെസ്, ഫസ്റ്റ് കേസിൽ എന്താ 0,10 10,0 ആദ്യത്തെ ഇതല്ലേ ഇന്ന് അപ്പോൾ എടുത്തു. 0,20 60,0 0,20 0,20 എനിക്ക് 60 അല്ലേ 60,0. ഓക്കെ, ഇതിന് വേറെ കളർ കൊടുക്കാം. ഈസിൻ്റെ പിക്ചറൊക്കെ സ്ട്രൈറ്റ് ലൈൻ വരക്കണം കേട്ടോ. 1 1 ഇങ്ങനെ കിട്ടും. സ്ട്രൈറ്റ് ലൈൻ വരക്കണം കേട്ടോ നല്ല വൃത്തിയിൽ. പിന്നെ അടുത്ത പോയിന്റ് അതാ, അടുത്ത പോയിന്റ് 0,10 10,0. ഓക്കെ, 0,10 10,0. ഇതാണ് 0, അല്ലേ, വളരെ അടുത്താണ്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ എന്താ പിരി പോകരുതിട്ടാ. ഇതാണ് സാധനം, ഇതാണ് 10,0. ഓക്കെ, സോ ഇങ്ങനെ ഒരു സാധനം. ഇതാണ് രണ്ടാമത്തത്. ഞാൻ വ്യത്യസ്ത കളറിലാണ് കൊടുത്തില്ല. എടാ 3 ലൈൻ ഇതുപോലെ നമുക്ക് കിട്ടും. എടാ ഇനി ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ എവിടെ വരുന്നതാണ് എല്ലാവരും കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, റിയാലിറ്റി ആയിട്ട് നമ്മൾ വരക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒന്നാമത്തേൻ്റെ നമ്മുടെ ഇക്വേഷൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. x <= y naught എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ x + y <= 10 അല്ലേ, x + y <= 10 അല്ലേ, ഗ്രേറ്റർ ദാൻ ആണല്ലേ, x + y > 10. മറ്റേത് എന്തായിരുന്നു, x + 3y <= 6 x + 3y <= 6. ഇങ്ങനെ ഉണ്ട്. എടാ ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെയാണ്. ഇത് എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ എക്സാമിന് വരികയാണെങ്കിൽ ഒന്ന് ഓർത്തിരുന്നോ, എക്സാമിന് നാളെ ഇവിടെയാണ് അതിൻ്റെ റീജിയൻ വരിക കേട്ടോ. അതല്ല ഇനി അങ്ങനെ ഒന്ന് ഓർക്കാൻ പറ്റില്ല, റിയാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ പഠിച്ചോ. ഇപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ <= റെഡ്, ഈ റെഡ് കളർ. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഷെയ്ഡിങ് പോയി കൊടുക്കാം. ഇപ്പോൾ റെഡിൻ്റെ ഷെയ്ഡിങ് വരുതാ ഇങ്ങനെ 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 വരും. ഓക്കെ, ഇതാ അപ്പോൾ ആ കള്ളിയിലുണ്ടാ, ഈ കള്ളിയിൽ വരുന്നു നോക്കട്ടെ, അതാണ് അതിൻ്റെ ഫൈനൽ കീ വരുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ എന്താണ്, ഇത് ഗ്രേറ്റർ ദാൻ. അപ്പോൾ അതിൻ്റെ കള്ളി നെഗറ്റീവിൽ പോകില്ല, അതുകൊണ്ട് ഇതാ എന്താ എന്താ സോറി, ആ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്താ 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 ആ കള്ളിയിൽ വരുന്ന നോക്കാം ആ ഷെയ്ഡിങ്. ഇപ്പം റെഡും ഉണ്ട്, ഈ കളറുണ്ട്. എന്താ കളറിൻ്റെ വരുന്നത് എനിക്കറിയില്ല, ആ കളറും വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കേസിൽ എന്താണ്, ഈ ലൈനാണ്. ഈ ലൈൻ നോക്കിയൊക്കെ x <= y, അതിൻ്റെ ഷെയ്ഡിങ് വരുന്നുണ്ടാണ്. ഇവിടെ എത്തുമ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ആ ഷെയ്ഡിങ് വരുന്ന യഥാർത്ഥത്തിൽ ഇങ്ങോട്ടാണ്. 3 സ്പാർക്കും കൂടി ഇടിക്കുന്ന റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫീസിബിൾ റീജിയൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഫീസിബിൾ റീജിയൻ ആയിട്ട് നമ്മൾ എടുത്തത് കേട്ടോ. ഇതാണ് നമ്മളെ ഫീസിബിൾ റീജിയൻ കേട്ടോ. ഈ കള്ളി ഇതിനൊക്കെ പേര് കൊടുക്കാം. ഓ എന്ന് വേണ്ട, വേറെ പേര് കൊടുക്കാം. എന്ത് കൊടുക്കാം, വേറെ കളർ. ABCD കാണുന്നുണ്ടടാ. ഓക്കെ, എന്തായാലും ABCD നമ്മൾ ലെറ്റർ കൊടുത്തു. ഈ റീജിയനാണ് നമുക്ക് ഫൈനൽ റീജിയൻ ABCD. എടാ ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, എടാ എയും ഡിയും നമുക്കറിയാം. ഞാൻ ഇവിടെ എഴുതി വെക്കാം. എ എന്ന് പറയുന്നത് നമുക്ക് 2 കാര്യങ്ങൾ ഇതിൽ നിന്ന് അറിയാം. എ എന്ന് പറയുന്നത് കുറച്ചൊരു പ്രയാസം ഉണ്ടാകും, പക്ഷേ എക്സാമിന് വരും, അതുകൊണ്ടാണ് 0,10. അതുപോലെ തന്നെ ഡി നമുക്ക് 0,20. ഇത് രണ്ടും നമുക്ക് പിക്ചറിൽ നിന്ന് കൃത്യമായിട്ട് അറിയുന്നുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, ഈ പോയിന്റും കാണണം, ഈ പോയിന്റും കാണണം, ഈ ഡോട്ടിട്ട 2 പോയിന്റുകൾ കാണണം. നിങ്ങൾ നോക്കി നോക്കുക, ഏത് 2 ലൈന് കൂട്ടിയിടിച്ചിട്ടാണോ അതാണ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ 2 ലൈന് കൂട്ടിയിടിക്കൂലേ, അവർ സോൾവ് ചെയ്ത ആൻസർ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പോയിന്റ് കിട്ടാൻ എന്താ ചെയ്യുക, ഏതൊക്കെ ലൈനാണ് കൂട്ടിയിട്ടുള്ളത്, ഈ ലൈനുമാണ് കൂട്ടിയിടിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ രണ്ടാളും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഇത് ജനറലി നമ്മൾ നോക്കി നോക്കുക. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ നോക്കേ, നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, x = y എന്നാക്കാം. ഇതും അതുപോലെ തന്നെ x + 3y = സിമ്പിളാണ് കേട്ടോ. x സമം y ആണെങ്കിൽ ഈ x-ന് സമയത്ത് നമുക്ക് എന്ത് കൊടുക്കാം, y എന്ന് ഇട്ട് കൊടുക്കാം. സോ y + 3y = 6. 3y + 1y അല്ല 3 ആപ്പിൾ + 1 ആപ്പിൾ 4 ആപ്പിൾ എന്ന് പറഞ്ഞാൽ 3y + 1y എത്രയാണ്, 4y = 6. y = എന്തിടാ 6/4 കട്ടാക്കി കഴിഞ്ഞാൽ 3/2. നമുക്ക് y എന്താ കിട്ടുക, 3/2. അപ്പോൾ ഈ പോയിന്റിലുള്ള ഇത് നമുക്ക് കിട്ടുക y 3/2 ആണ്. അങ്ങനെ നിൽക്കട്ടെ. ഇനി അത് x-ലോട്ട് കൊടുത്താൽ x-ഉം എന്ത് തന്നെയാണ്, 3/2 തന്നെയാണ്. ഇവിടെ തെറ്റിയാ, ഇവിടെ എന്തോ തെറ്റിയിട്ടുണ്ടല്ലോ. x + 3y = 6 ആവൂലെ, 60 ആവും അല്ലേ. എന്തൊക്കെയാണ് സാറായി പറയുന്നത്, 60 ആണ്. 6 അല്ല 60 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ 60 അല്ലേ മക്കളെ വരിക, ഇവിടെ 60 അല്ലേ വരുന്നത്. ഓക്കെ ശരി. അപ്പോൾ എന്ത് വരടാ, 3y + 4y = എന്ത് വരടാ, 60 വരും. y = എന്ത് വരടാ, 60/4 വരും. 60/4ൻ്റെ പകുതി 60ൻ്റെ പകുതി 30/4ൻ്റെ പകുതി 2. സോ 15 കിട്ടും. സോ y 15 കിട്ടും. എടാ y 15 ആണെങ്കിൽ കൃത്യമായിട്ട് പറയേണ്ടത് x ഉം y ഉം സമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് എന്താടാ, 15,15 കേട്ടോ. ഈ പോയിന്റ് എന്താണ് മക്കളെ,
15,15 എക്സും വൈയും സെയിം ആണ് അല്ലേ? ഓൾറെഡി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് എക്സും വൈ എന്താണ് സെയിം ആണ്. അപ്പോൾ 15,15 കിട്ടും. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇതാണ്. ഈ പോയിന്റ് കിട്ടണമെങ്കിൽ ഏതൊക്കെ രണ്ട് സോൾവ് ചെയ്യണം? ഒന്ന് ഇതും കൂടെ സോൾവ് ചെയ്താൽ മതി. ഏതൊക്കെ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 അല്ലേ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 അല്ലേ? 10 അല്ലേ? 10 ആണ്. അപ്പോൾ ഈ ലൈനും കൂടെ സോൾവ് ചെയ്യാം. അപ്പോൾ അത് സോൾവ് ചെയ്യണം ഞാൻ. സോ എക്സ് ഈക്വൽ ടു വൈയും അല്ലേ? ഈ രണ്ട് ലൈനുകളല്ലേ കൂട്ടിയിടിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈയും ഈക്വൽ ടു 10. ഇത് സിമ്പിളാണ്. എക്സും വൈയും സിമ്പിൾ ആണെങ്കിൽ വൈ അല്ലേ? വൈ പ്ലസ് വൈ ഈക്വൽ ടു 10. സോ 2y ഈക്വൽ ടു 10, y ഈക്വൽ ടു 10/2, y ഈക്വൽ ടു കിട്ടൂടാ 5. അപ്പോൾ നമുക്കറിയാം ഈ പോയിന്റിൽ എക്സും വൈയും സെയിം ആണെങ്കിൽ ഈ പോയിന്റ് നമുക്ക് എന്താ പറയാം? 5,5. ഇപ്പോൾ എല്ലാ കോർണർ പോയിന്റ്സും നമുക്ക് കിട്ടി. നോക്കി ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ. എല്ലാ കോർണർ പോയിന്റ്സും നമുക്ക് കിട്ടി. സ്ക്രീൻഷോട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അവസാനം ഇവിടെ തന്നെ ഫിനിഷ് ചെയ്യാം. എന്താ ഓക്കെ, കോർണർ പോയിന്റ്സ് ഇതേപോലെ എക്സാമിന് കോർണർ പോയിന്റ്സ്. അതുപോലെ മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ? ബുക്കിൽ നോക്കാം. മിനിമൈസ് ആൻഡ് മാക്സിമൈസ് എല്ലാം ചോദിച്ചിട്ടുണ്ടല്ലേ? 3x + 9y അല്ലേ? 3x + 9y. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഞാനിതിൽ എന്താ ക്വസ്റ്റ്യൻ ഇട്ടോ? 2 ചോദിച്ചിട്ടുണ്ടല്ലേ? മിനിമൈസും ചോദിച്ചിട്ടുണ്ട്, മാക്സിമൈസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കാണണം. രണ്ടും നമുക്ക് കാണാം. മിനിമൈസ് ആൻഡ് മാക്സിമൈസ് ഇവിടെ നമുക്ക് എഴുതി വെക്കാം കേട്ടോ. മിനിമൈസ് ആൻഡ് മാക്സിമൈസ്. ഇനി കോർണർ പോയിന്റ്സുകളൊക്കെ ജസ്റ്റ് പറഞ്ഞു. ലെറ്ററൊക്കെ എന്താണ് പറഞ്ഞു? എ ഉണ്ട്, ബി ഉണ്ട്. ബോറടിച്ചടാ അത് നിങ്ങൾക്ക്? മറ്റുള്ള ടോപ്പിക്ക് പോലെയടാ, അതൊരു സ്ലോ മൂഡാണിത് കേട്ടോ. 0,10, ഡി എത്രയാടാ? 0,20. കണ്ട, അതൊരു സ്ലോ മൂഡാണ് മക്കളെ. സോ ബി 5,5. അതുപോലെ സി എന്ന് പറഞ്ഞാൽ 15,15. ഓക്കെ, കൃത്യമായിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ അപ്ലൈ ചെയ്തോ. മൊത്തത്തിൽ എന്താവും? 3 × 0 + 9 × 0 ഒബ്വിയസ്ലി 0. 5 കൊടുത്താൽ 3 × 5 + 9 × 5. 3 × 5 15. 9 × 5 45 അല്ലെ? 45 50 60 പറഞ്ഞോളാം. 15. 3 × 15 + 9 × 15. എടാ സിംപ്ലിഫൈ ചെയ്താൽ നേരെ ഞാൻ ആൻസർ കൊടുക്കാം. അതൊക്കെ പാടെ കൊടുത്തു കഴിഞ്ഞാൽ 180 കിട്ടുന്നത് കേട്ടോ. സാറ് കൂടുതൽ പോകണം. ഇനി 3 × 0 + 9 × y അല്ലേ? 9 × 20. 9 9 20 18. അപ്പോൾ 180 കിട്ടും. ഓക്കെ, പറ മക്കളെ. ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്താടാ? 2,180. അതിപ്പോൾ എന്താ? 2,180 തന്നെ, കറക്റ്റ് തന്നെ. ഓക്കെ, എടാ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താടാ? 180 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എക്സാമിന് പറയാം മാക്സിമം വാല്യൂ 2 പോയിന്റിലാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ ഉള്ളത്. ഓക്കെ, മിനിമം വാല്യൂ കിട്ടുന്നത് എപ്പോഴാണ്? മിനിമം വാല്യൂ z ഈസ് 60. ഇപ്പോൾ ഇവിടെ തെറ്റിയത്. ഇത് 0,10 ആണല്ലേ? സാറ് ഒറിജിൻ്റെ പോയിന്റ് വെച്ചിട്ട് സാറ് കൂടെ കൊടുക്കല്ലേ? 9 × 10. സോ 90 ആണ് അല്ലേ? ഇത് 90 ആണ്. സാറേ ഒറിജിൻ 0,0 വെച്ചിട്ട് കൊടുക്കാൻ എന്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര എഫേർട്ട് ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കാനല്ലേ? ഒരുപാട് വീഡിയോ ഒന്ന് 3ാം 4ാമത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, ഒക്കെ തിരിഞ്ഞു പോയി. ഓക്കെ, എന്തായാലും പറ മാക്സിമം വാല്യൂ 2 പോയിന്റിലാണ്. സോ ഇതിൻ്റെ ആൻസർ എഴുതിക്കൂടെ? നാളെ കഷ്ടപ്പെട്ടിട്ട് തന്നെ വന്നാലോ മക്കളെ? മാക്സിമം വാല്യൂ ഏതൊക്കെ പോയിന്റിലാണ്? സാർക്ക് എത്ര തെറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം തെറ്റുമെന്ന് സാർക്ക് ടെൻഷനാണ്. മാക്സിമം വാല്യൂ എത്രയാണ്? 180 ആണ്. അറ്റ് ഏതൊക്കെ പോയിന്റിലാണ്? ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യണ കൊണ്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല മക്കളെ. സാറ് നിങ്ങളെക്കാട്ടിയും വലിയ പഠിപ്പാണ് പഠിക്കുന്നത്. ആൻഡ് ഏതൊക്കെ പോയിന്റിലാണ്? 2 പോയിന്റിൽ പറയുന്നുണ്ടല്ലേ? ഡിയിലും നമുക്ക് എത്ര എണ്ണം കിട്ടുന്നത്? സെയിം വാല്യൂ തന്നെ കിട്ടുന്നത്. 0,120 അല്ല 20. 0,20. ഇതാണ് മാക്സിമം വാല്യൂ. മിനിമം വാല്യൂ കിട്ടുന്നത് എത്രയല്ല? മിനിമം വാല്യൂ പറയടാ. മിനിമം വാല്യൂ ഏറ്റവും ചെറുത് 60. ഏതിലാണ്? 5,5 അല്ലേ? മിനിമം വാല്യൂ 60 ആണ് അറ്റ് ബി. നമ്മളെടുത്ത ലെറ്റർ ബി ആണ്, അതുകൊണ്ട് 5,5 നമുക്ക് എന്ത് കിട്ടുന്നത്? മിനിമം വാല്യൂ കിട്ടുന്നത്. എടാ സ്ക്രീൻഷോട്ട് ചെയ്ത കറക്റ്റ് ആൻസർ ആണ്. എക്സാക്ട്ലി കീ ആണ്. ഒരു തെറ്റുമില്ല. കീയിൽ വെരിഫൈഡ് ആണ് കേട്ടോ. ശരി, അടുത്ത സമയം എന്താ? നല്ല പടം അവിടെ ഉണ്ടാവും 4 ഓക്കെ. നെക്സ്റ്റ് നോക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാണോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ലെസ് ദാൻ ആണോ? ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യണം. സോൾവിങ് മാത്രം ചെക്ക് ചെയ്യണം. ഇതൊക്കെ നോർമൽ പ്രോബ്ലം ആണ്. ജസ്റ്റ് സോൾവിങ് മാത്രം കൺസ്ട്രെയിൻ ഒന്ന് നോക്കി നോക്ക്. എല്ലാവർക്കും ഇതല്ലേ പ്രശ്നം? ഇത് ഒന്ന് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം നല്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യുക? വട്ടട 2 വട്ടട. ഓക്കെ, എന്താ ആദ്യം എൻഡിലുള്ള വട്ടോ, എന്നിട്ട് ഇവിടെ വട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? എക്സിൻ്റെ ആൻസർ നേരെ പറഞ്ഞു. എക്സ് സമം പറഞ്ഞു 5 × 10 50 മൈനസ് ഇവർ അങ്ങോട്ട് കുടിക്കുക. 2 × 15
30 ഓൾ ബൈ. ഇവിടുന്ന് കുടിക്കുമ്പോൾ തെറ്റരുതടാ, ഇവിടുന്ന് എടുക്കരുത് മക്കളെ, ഇവിടുന്ന് വേണം എടുക്കാൻ. 5 × 5 അല്ലെങ്കിൽ ഉത്തരം തെറ്റി പോകട്ടോ. 25, 3 × 2 6, 50 30 പോയി കഴിഞ്ഞാൽ 20, 25 6 പോയി കഴിഞ്ഞാൽ 19. അതിൻ്റെ ഉത്തരം കാണുമ്പോൾ ഫണ്ണിയായിട്ട് നിങ്ങൾക്ക് തോണ്ട 20/19 കറക്റ്റ് ആൻസറാണ് കേട്ടോ. 20/19 കറക്റ്റ് ആൻസറാണ്. എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ എക്സിൻ്റെ വാല്യൂല് കിട്ടി, അത് വൈയിലോട്ട് കൊടുക്കാം. ഓക്കെ, ഏതാ ക്വസ്റ്റ്യൻ? 3x + y. വാല്യൂസ് കൊടുത്തോടാ. വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ കിട്ടി. ഒന്ന് 20/19 കറക്റ്റ്. മറ്റേ 45/19 കേട്ടോ. കൊടുക്കണം, വർക്ക് ചെയ്യണം. 45 3x + 5y. ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആവട്ടെ നാളത്തെ എക്സാമിന് വരിക. ഞാനിവിടെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, 3 × 20/19 + 5y = 15. ഓക്കെ, 3 × 20 എത്രയുടെ 60/19 + 5y = 15. സോ 5y ഇവിടെ നിർത്തി കഴിഞ്ഞാൽ 15, 60 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ -60/19. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ y കിട്ടുമോടാ. y കിട്ടുന്ന ഉത്തരം 45/19 കേട്ടോ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കീ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. സോ അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ വരയ്ക്കണേ. ഇത് എക്സാമിന് ചോദിക്കുക, ഇത് പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത് മറക്കാതെ വരക്കണം കേട്ടോ. സോ അതിൻ്റെ ഫൈനൽ കീ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ 239 കേട്ടോ. മാക്സിമം വാല്യൂ 235/19 ആണ്. അറ്റ് പോയിന്റ്, ഈ പോയിന്റ് തന്നെ, അപ്പോൾ നമ്മൾ കണ്ടെത്തിയ പോയിന്റ് തന്നെ, അതായത് 20,19 45/19 തന്നെയാണ് അതിൻ്റെ വാല്യൂ കേട്ടോ. അതുപോലെ മാക്സിമൈസ് ആൻഡ് മിനിമൈസ് ഇതും കൂടെ ചെയ്ത് നിർത്താം. എടാ മാക്സിമം എക്സാമിന് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയാണ്. മാക്സിമൈസ് ആൻഡ് മിനിമൈസ് കേട്ടോ. ഒന്ന് മാക്സിമൈസ് ഒന്ന് മിനിമൈസ് ആണ് കേട്ടോ. ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയതാണ്. മിനിമൈസ് z = 5x + 10y സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്. എടാ ഇവിടെ നിങ്ങൾ ഇതേപോലെ ഇവിടെ ഒരു x - 2y = 0 എന്നാണ് പറയുന്നത്. എടാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ x - 2y = 0 വന്നു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓവറോൾ പറയാം കേട്ടോ. ഞാൻ കൂടുതൽ ഇത് പറയുന്നില്ല, കാരണം ഇതൊന്നും ഇതുവരെ വന്നിട്ടൊന്നുമില്ല ക്വസ്റ്റ്യൻ. ഞാനിത് കൂടെ ഉൾപ്പെടുത്തി എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് ഇൻ കേസ് ഇങ്ങനെയൊക്കെ വന്ന കൺഫ്യൂഷൻ ആവരുന്ന, ഞാൻ ഇത് സോൾവ് ചെയ്യണം മാത്രമേ. നിങ്ങൾ ഇതൊക്കെ നോർമലി നിങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാം. ഈ x - 2y കാര്യം മാത്രം ഞാൻ ഒന്ന് പറയാം കേട്ടോ. x - 2y > 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഇവിടെ എന്തെങ്കിലുമൊക്കെ വാല്യൂ ഉണ്ട് അല്ലേ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയ പ്രോബ്ലം ഉണ്ട്, അതാ പറയുന്നത്. = 0 ആക്കാം. പിന്നെ പറയ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പുട്ട് എക്സിന് 0 കൊടുക്കുക. ഇതേപോലെ തന്നെ പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ്. പുട്ട് എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, 0 - 2y = 0. ദാറ്റ് ഈസ് എന്താ കിട്ടുക, -2y അങ്ങോട്ട് ചാടിച്ചോ. അപ്പോൾ എന്താവും, 0 + 0 = 2y ആവും. സിംപ്ലി 2y = 0, y = 0/2, ദാറ്റ് ഈസ് 0. y ഇവിടെ 0 കിട്ടുക. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് 0,0 കിട്ടി. ഇനി ഇതേ ഇക്വേഷൻ നമ്മൾ വീണ്ടും പുട്ട് y 0 കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും x എന്തെന്നെ കിട്ടുക, 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ വീണ്ടും 0,0യോ. അപ്പോൾ രണ്ടും 0,0 കിട്ടിക്കഴിഞ്ഞാൽ റിസ്ക് എന്താ, നമ്മൾ ഒറിജിനൽ വരക്കുമ്പോൾ ഇതാണ് 0,0 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഇവിടെ തന്നെ 2 പോയിന്റ് വരച്ച ലൈൻ കിട്ടുമോ, ഇല്ല. അപ്പോൾ നമ്മളിവിടെ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്കിവിടെ ഇഷ്ടമുള്ള ഒരു വാല്യൂ എക്സിന് തിരഞ്ഞെടുക്കാം. സാറേ മനസ്സിലായില്ല. കാരണം നിങ്ങൾ ആലോചിക്കുക, ലൈൻ വരക്കുമ്പോൾ നമുക്ക് ഈ ലൈൻ ഇതിൻ്റെ പോയിന്റ് ഇവിടെയാണല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു എക്സിന് ഒരു വാല്യൂ കൊടുത്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, ഒബ്വിയസ്ലി ഒരു y കിട്ടും. അപ്പോൾ ആ പോയിന്റും ഇതും തമ്മിൽ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്തിട്ട് ഈ രണ്ടെണ്ണം വരച്ചതിന് ശേഷം ഈ ലൈൻ വരക്കാൻ ഇത് 0 0 ഒരു പോയിന്റ് കിട്ടി, ഇത് ലൈൻ കിട്ടി. ഇനി ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സിന് 5 ആണെന്ന് വിചാരിച്ചോ. ഞാൻ അസ്യൂം ചെയ്തു x = 5. ഇവിടെയുള്ള ഒരു പോസിറ്റീവ് വാല്യൂ ഞാൻ അസ്യൂം ചെയ്തു. അപ്പോൾ നമ്മളിത് വൈയിലോട്ട് ബാക്ക് ചെയ്താൽ എന്താ കിട്ടാൻ നോക്കാം. എക്സിന് 5 കൊടുത്ത സംഭവിക്കണം നോക്കിയൊക്കെ. 5 - 2y = എന്ത് കിട്ടോടാ, 0 കിട്ടും. -2y അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, +2y കിട്ടും. അപ്പോൾ y എത്ര കിട്ടോടാ, അതായത് 2y = 5 കിട്ടും. y = 5/2, ദാറ്റ് ഈസ് 2.5. അപ്പോൾ 2.5 കിട്ടിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്, കാരണം 2.5 നമുക്ക് എക്സാക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പ്രയാസമാണ് അല്ലേ. അപ്പോൾ 2.5 എക്സാക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എക്സിന് y, x - 2y = എത്രയാണ്, സോറി ഞാൻ എഴുതിയത് തെറ്റുണ്ടോ, x = 5, 5 - 2y = -2y = +2y, y = കറക്റ്റ് ആണല്ലോ 0 0 എക്സിന്. ഓക്കെ എടാ, അപ്പോൾ ഈ നിങ്ങൾ നോക്കി നോക്കെ, ഇപ്പോൾ 2.5 കിട്ടുമ്പോൾ നമുക്കിത് മാർക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസം, ഇൻ ബിറ്റ്വീൻ പോയിന്റ് മാർക്ക് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിന് 5 കൊടുക്കുന്നതിന് പകരം എക്സിന് 10 കൊടുത്തു നോക്കുക. നമുക്ക് എക്സാക്റ്റ് ഒരു പോയിന്റ് കിട്ടുന്നവരെ. ഇത് നമ്മൾ ജസ്റ്റ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടില്ല, ഇത് എക്സസൈസിൻ്റെ ഉള്ളിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അങ്ങനെ പ്രയാസപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിന് 10 കൊടുക്കുക.
അപ്പോൾ നമുക്കൊരു കൃത്യം വൈക്കൊരു പോസിറ്റീവ് ഔട്ട്പുട്ട് കിട്ടുന്ന നോക്കാം. അപ്പോൾ ഞാൻ അതിൽ കൊടുക്കുകയാണ് എക്സ് മൈനസ് 2y ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ എക്സിന് 10 കൊടുത്താൽ 10 മൈനസ് 2y ഈക്വൽ ടു 0. 10 ഈക്വൽ ടു എന്ത് കിട്ടൂടാ 2y കിട്ടും. സോ y ഈക്വൽ ടു എന്ത് കിട്ടൂടാ 10/2, y ഈക്വൽ ടു 5. നോക്കേ ഇപ്പോൾ നമുക്ക് വൃത്തിയുള്ള ആൻസർ കിട്ടി. ഇപ്പോൾ എക്സ് 10 കിട്ടി, y 5 കിട്ടി. അപ്പോൾ 10,5 എവിടെ വരിക? ഇപ്പോൾ ഇവിടെയാണ് 10 ആണെങ്കിൽ ഇത് 5 ആണെങ്കിൽ ഈ പോയിന്റാണ് എന്ത് വരിക 10,5 എന്ന് പറയുന്നത്. ഇത് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ കണ്ട് വരച്ചാൽ മതി 10,5. ബാക്കി രണ്ടും എന്ത് ചെയ്യുക, നോർമലി നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ അതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ മാക്സിമം വാല്യൂ ഓഫ് സെഡ് എന്ന് പറയുന്നത് ആദ്യം മിനിമം പറയാം. മിനിമം വാല്യൂ ഓഫ് സെഡ് എന്ന് പറയുന്നത് 300 ആണ് കേട്ടോ. ഇത് ആൻസർ കീ ചെക്ക് ചെയ്യണേ, കറക്റ്റ് ആൻസർ കീ ആണ് 300 ആണ്. ഏത് പോയിന്റിലാ വെച്ചാൽ 60,0. ഇത് വീട്ടിൽ ചെയ്യണം കേട്ടോ, 60,0. അതുപോലെ തന്നെ മാക്സിമം വാല്യൂ വരുന്നതും ഇത് 600 അല്ലേ വന്നത്, മിനിമം വാല്യൂ വരുന്നത് 600. ഓക്കെ, മിനിമം വാല്യൂ വരുന്നത് 600. ഒന്നും കൂടെ പറയാം, ഇതൊക്കെ പോട്ടെ. മിനിമം വാല്യൂ 600 ഏത് പോയിന്റിൽ 60,0 എന്ന് പറയുന്ന പോയിന്റിൽ. അതുപോലെ മാക്സിമം വാല്യൂ 300 ആണ് വരിക. എന്താ അപ്പോൾ ഇതെന്താ എഴുതിയാണ്, മിനിമം അല്ലേ, മിനിമം 300 ആണ്. ഇത് കാണുന്ന കുട്ടികൾ എന്നെ ചവിട്ടിക്കൂട്ടും. മാക്സിമം എത്രയാണ് 600. ഓക്കെ, മാക്സിമം 600 എത്ര പോയിന്റ് 120 കേട്ടോ, 120,0. അത് മാത്രമല്ല വേറൊരു പോയിന്റിലുമുണ്ട് 60,30 എന്താണ് ഇത് മാക്സിമം ആണ് കേട്ടോ. എടാ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ, ഇത് എന്തിനാ വെച്ചാൽ എൻ്റെ ഒരു സമാധാനത്തിന് പറഞ്ഞതാണ്. കാരണം എക്സാമിന് എങ്ങാനും ഇൻ കേസിൽ നിങ്ങൾക്ക് മനസ്സിലെ ഇങ്ങോട്ട് എത്താൻ ഇവിടെ നിന്നൊക്കെ കൺഫ്യൂഷനാണ്, ഇവിടെ കെട്ട് പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. അതല്ല കുറച്ച് റേഞ്ചുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് വർക്കൗട്ട് ചെയ്യും. കാരണം നാളത്തെ എക്സാം ഏത് ലെവലിലേക്ക് ഇത് എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. നോർമൽ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. ഞാനിന്ന് ഒരുപാട് വീഡിയോ എടുത്ത് ആകെ ടയേർഡാണ്. നിങ്ങൾ എനിക്ക് ലൈക്ക് തന്നേ പറ്റൂ. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അന്ന് ഇപ്പോൾ 4-5 വീഡിയോ ഇന്ന് എടുക്കുന്നത്. സോ ഭയങ്കര ടയേർഡാണ്. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീഡിയോ നമ്മളങ്ങനെ യൂട്യൂബിൽ ഇപ്പോൾ അധികം ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഒരുപാട് വീഡിയോ അടുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂട്യൂബിൽ തട്ടുന്നത്. അപ്പോൾ ടയേർഡാണ്, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, അത് നോമ്പാണ്, സീനൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടിച്ച് പൊളിച്ച് എക്സാം എഴുതടാ, ഒരു പേടിയും പേടിക്കണ്ട. സമാധാനമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് വീഡിയോ ഞാൻ ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഓവറോൾ ഒരു 8-9 ചാപ്റ്ററിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ വീഡിയോ സെക്ഷനിൽ പോയാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അത്രയും വീഡിയോ തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ വെച്ചും കൊണ്ട് ഇനിയൊരു വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഇനിയും വീഡിയോ എടുക്കണം, ഞാൻ കണ്ടന്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി എടുക്കാനുള്ള ഒരു ത്രാണിയില്ല. സോ അതുകൊണ്ട് ഇത് ഫൈനൽ വീഡിയോ ആണ്. ഇതിൻ്റെ മുകളിൽ ഈ വർഷം ഒരു വീഡിയോ വരില്ല. ഇനി നാളെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റുള്ള ചാനലുകളിലൊക്കെ നിങ്ങൾ പോയിട്ട് മറ്റുള്ള ഏതെങ്കിലും അറിയാത്ത ചാപ്റ്റർ ആണെങ്കിൽ മറ്റുള്ള ചാനലൊക്കെ പോയിട്ട് നിങ്ങൾ ക്ലാസ് കണ്ടോ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. എല്ലാ ക്ലാസ് എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾ കാണും കേട്ടോ. എല്ലാ സ്ഥലത്തും ക്ലാസ് കണ്ടിട്ട്, കാരണം ഒരു ധൈര്യം കിട്ടണ്ടേ. ഓക്കെ, എന്നിട്ട് നാളെ എക്സാം എഴുതി നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും ഡിഫിക്കൽട്ട് വന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കുകയല്ലേ വേണ്ടത്. എല്ലാവർക്കും ഓൾറെഡി ചെറിയ ഡിഫിക്കൽട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് പോരാടുക, അത് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, തളർന്നു വീഴരുത്. അത് നിങ്ങളെ മാക്സിമം നിങ്ങൾ എഫേർട്ട് ഉപയോഗിച്ചും കൊണ്ട് അത് നിങ്ങൾ പരമാവധി അത് നിങ്ങൾ സോൾവ് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആകുമ്പോൾ നിങ്ങൾ മാപ്പിട്ട് നോക്കിയിട്ട് എല്ലാ കുട്ടികളെ മുഖത്തൊക്കെ നോക്കിയിട്ട് അമ്പരന്നിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് നിങ്ങളുടെ മാർക്ക് മാത്രമേ പോകാനിടയാവുള്ളൂ കേട്ടോ. നമുക്ക് നല്ല മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ മാക്സിമം രീതിയിൽ എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഈ ക്വസ്റ്റ്യനൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. സോ അതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് അത്രയും ലെവൽ ഒരു ഗ്രാഫിൽ നിന്ന് പോലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കരുത്. അതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ച പോലെ ബ്ലാ 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 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഗ്രാഫ് തന്നെ ധാരാളം കേട്ടോ. ഈ ഗ്രാഫ് തന്നെ ധാരാളം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഈ ഗ്രാഫ് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നാളത്തെ എക്സാം ഹാപ്പി ആവും. ഞാൻ ഒരിക്കലും ഇതിപ്പോൾ നാളെ ഇതേ പാറ്റേൺ വരുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അവന്മാർ ചോദിക്കുന്ന രീതി അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് അവരെ വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഒരു വിശ്വാസം നഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പ്രയോജനം നാളത്തെ എക്സാമിൽ നിങ്ങൾക്ക് കിട്ടും. സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. സോ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ. നാളെ കാണാം കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കേ.